ആ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലാസ്സില് കേറാത്ത കുട്ടികള് ഈ പറയുന്ന ആർക്ക് തുല്യമാണ്? വീഡിയോ ഓഫും വിളിച്ചാൽ വിളി കേൾക്കാത്തവർക്കും തുല്യമാണ്. അപ്പൊ അവർക്ക് നിർബന്ധമായിട്ടും അടുത്ത ക്ലാസ്സിലേക്ക് ഇന്ന് പഠിപ്പിച്ച നോട്ട്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. അത് അവർ നിർബന്ധമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ സുബേർ സാർ എന്ത് ചെയ്യും? പതുക്കെ ഉപ്പേനെ ഒന്ന് വിളിക്കാൻ സാധ്യത ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യാ, ക്ലാസ്സിൽ അവസാനം വരെ ലൈവായിട്ട് കൊണ്ടുപോകുന്നവർക്ക് ഞാൻ എന്ത് ചെയ്യും? ഞാൻ തരുന്ന നോട്ട്സ് മാത്രം പഠിച്ചാൽ ഗ്യാരണ്ടിയാണ്. തീർച്ചയായിട്ടും അവരാ നോട്ട് മാത്രം പഠിച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിന്റെ PDF ഞാൻ അയച്ചു തരും. ആ PDF നോട്ട്സിൽ അതിന്റെ ഡയഗ്രങ്ങളുണ്ട്. പിന്നെ ശരിക്കും ഡയഗ്രങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ PDF കൂടെ അയച്ചു തരുന്നത്. ശരിക്കും തിയറി മുഴുവൻ പഠിക്കേണ്ടത് ഞാൻ എഴുതി തരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ 10th പോലെ പഠിച്ചിട്ട് ആ 10th ആ ഒരു ECS ഒരിക്കലും 11th 12th കയറുമ്പോൾ നമുക്ക് തോന്നണമെന്നില്ല. ഇവിടെ പഠനം നടക്കണമെങ്കിൽ കൃത്യമായ ക്ലാസ്സുകൾ കണ്ടിട്ട് ആ ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. നിർബന്ധമുള്ള കാര്യമാണ്. ആ നോട്ട്സ് വെച്ചിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല്, നമ്മളിങ്ങനെ ഓരോ 60 കുട്ടികളുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ സാധാരണ ഇവിടെയൊക്കെ വളരെ കുറവല്ലേ? ഞങ്ങളുടെയൊക്കെ സ്കൂളിലെ ക്ലാസ്സുകളിൽ 60 കുട്ടികൾ 65 പേരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, 1 മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ 1.5 മണിക്കൂറല്ലേ ഞാൻ ക്ലാസ് തരുന്നത്? ഞങ്ങൾക്ക് 1 മണിക്കൂർ അല്ലെ 50 മിനിറ്റേ ക്ലാസ് വെക്കാറുള്ളൂ. പക്ഷെ 50 മിനിറ്റിൽ പോലും ക്ലാസ് വെക്കുമ്പോൾ അതിനകത്ത് കയറിയിരിക്കാനോ പഠിക്കാനോ ഒരു പേഷ്യൻസ് ഇല്ലാത്ത, ക്ഷമയില്ലാത്ത ഒരുപാട് കുട്ടികൾ. അവരൊക്കെ വിചാരിച്ചു ഫസ്റ്റ് ഇയറിന് പരീക്ഷ ഉണ്ടാവില്ല. അങ്ങനെ അവരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റന്നാള് പബ്ലിക് എക്സാം വരിക. അവരുടെ ഹയർ സ്റ്റഡീസിന് മാർക്ക് പരിഗണിക്കുന്ന, അതായത് +2 കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കോഴ്സിന് പോകണമെങ്കിൽ ഈ മാർക്ക് പരിഗണിക്കുന്നത്. മാത്രമല്ല, ഈ മറ്റന്നാൾ നടക്കുന്ന പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ വീണ്ടും എഴുതിയെടുക്കാൻ പോലും ഒരു അവസരം ഗവൺമെന്റ് കൊടുക്കുന്നില്ല. അപ്പൊ നോക്കൂ, ഇപ്പൊ ഈ ക്ലാസ് കയറാത്ത അല്ലെ നോട്ട് എഴുതാത്ത, ഞാൻ ഇങ്ങനെ നോട്ട്സ് ഒക്കെ പറയും. അപ്പൊ ഈ നോട്ട്സ് ഒക്കെ പറയുമ്പോ എന്നെ പറ്റിച്ചോണ്ട് എന്ത് ചെയ്യും? അവരാരും നോട്ട്സ് ഒന്നും എഴുതാറില്ല. കുറെ പേര് സാറിന് വട്ടാന്നൊക്കെ പറയും നോട്ട്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോ. എന്നാ പിന്നെ ഈ നോട്ട്സ് എഴുതാത്തവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡബിൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സിലബസ് എടുക്കൂ, NCERT എടുക്കൂ, എന്നിട്ട് ഓരോ ചാപ്റ്റർ റെഫർ ചെയ്ത് പഠിക്കൂ. അവർക്ക് NCERT എടുത്ത് നോക്കുമ്പോൾ ഒരു സെന്റൻസിന്റെ അർത്ഥം പോലും മനസ്സിലാവുന്നില്ല. കാരണം എന്താ? NCERT അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് എന്ന് പറയുന്നത് 10th വരെ ICSE പഠിച്ച ഒരു കുട്ടിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? 10th വരെ ICSE പഠിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നും ആ ടെക്സ്റ്റ് ബുക്ക് അത്ര പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. 10th വരെ ICSE അല്ലെങ്കിൽ CBSE പഠിച്ച ഒരു കുട്ടി ഒരു 99% മാർക്കോട് കൂടി പാസ്സായ കുട്ടിക്ക് കണ്ടിന്യൂറ്റി ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിൽ പെട്ടെന്ന് പോയി നമ്മൾ പോയിന്റ്സ് ഗ്രാസ്പ് ചെയ്യാൻ നോക്കിയാൽ കിട്ടൂല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഉള്ളുവെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾ സ്വയം റിയലൈസ് ചെയ്യുക. എന്നിട്ട് ടീച്ചർമാര് തരുന്ന, സാർമാര് തരുന്ന നോട്ട്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. എന്നിട്ട് ആ നോട്ട്സേ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. കാരണം എന്താ? ഈ പരീക്ഷ മറ്റന്നാൾ എഴുതാൻ പോകുന്ന നോട്ട്സും ക്ലാസ്സും ഒന്നും ഇല്ലാത്ത കുട്ടികൾ ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, സാർ ഷോർട്ട് നോട്ട് ഉണ്ടോ സാർ? ഷോർട്ട് നോട്ട് ഏത്? നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് ഇന്ന് ഷോർട്ട് നോട്ട് കൊടുക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, 1.25 കൊല്ലമായിട്ട് ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ എടുത്ത് തന്നുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് 1 മണിക്കൂർ ക്ലാസ്സിൽ കയറാനില്ലാത്തവന് ഇനി എന്ത് ചെയ്യണം? ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവനൊക്കെ തോൽവിയിൽ നിന്നുകൊണ്ട് വേണം പഠിക്കാൻ, അല്ലെ? തോറ്റുകൊണ്ട് വേണം പഠിക്കാൻ. കാരണം ക്ലാസ്സിൽ കയറാത്തവനും നോട്ട് എഴുതിയെടുക്കാത്തവനും തോൽക്കണം. എന്നിട്ട് തോറ്റിട്ട് അവന്റെ തെറ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം അവൻ പഠിക്കാനായിട്ട്. അപ്പൊ നമ്മള് റമീസെ, നമ്മൾ ഏതായിരുന്നു ചാപ്റ്റർ എടുത്തോണ്ടിരുന്ന കുഞ്ഞെന്ന് പറഞ്ഞേ? ഏത് ചാപ്റ്റർ ആയിരുന്നു? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓഹോ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ? അത് ശരി. മോർഫോളജി കഴിഞ്ഞോടാ നമ്മുടെ? ഇല്ലല്ലേ? അപ്പോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സിമ്പിൾ ചാപ്റ്റർ ആണ്, കുഞ്ഞു ചാപ്റ്റർ ആണ്. നമ്മൾ എവിടം വരെ എത്തി? കിങ്ഡം മൊനീറ കഴിഞ്ഞോ? കിങ്ഡം മൊനീറ കഴിഞ്ഞോ?
കിങ്ഡം പ്രൊട്ടിസ്റ്റ കഴിഞ്ഞോ? യെസ്. ഓക്കെ, എവിടം വരെ എത്തി? കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈ വരെ എത്തി. മിടുക്കൻ. അല്ല, കിങ്ഡം ഫഞ്ചൈന്റെ എവിടം വരെ പറഞ്ഞു? കിങ്ഡം ഫഞ്ചൈന്റെ ക്ലാസിഫിക്കേഷനും ക്യാരക്ടർ ഒക്കെ പറഞ്ഞോ? ഡ്യൂട്ടറാമൈസെറ്റ്സ് വരെ പറഞ്ഞു. നമ്മളെ ചാപ്റ്റർ ഇന്ന് കൊട്ടിക്കലാശാണല്ലേ. എന്ന് ക്ലോസിംഗ് സെറിമണി ഓഫ് ബയോളജി ക്ലാസിഫിക്കേഷൻ. സിമ്പിൾ ചാപ്റ്റർ ആണ്. എന്നാല് വെയിറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെയിറ്റേജ് ഒട്ടില്ലതാൻ. പക്ഷെ അത്യാവശ്യം കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. നല്ല രസമായിട്ട് പഠിക്കാം. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. പക്ഷെ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഇത് ക്രൈസോഫൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡയാറ്റംസും ഡെസ്മിഡുകളാണെന്നും ഡൈനോഫ്ലജല്ലൈറ്റില് ഗോണിയാലക്സ് വരുന്നുണ്ടെന്നും ഈ ഗോണിയാലക്സ് അല്ല ഡയറ്റമേഷ്യസ് എർത്തിന് കാരണമായിട്ടുള്ളത് എന്നും ഈ പറയുന്ന ഡയാറ്റംസ് അല്ല റെഡ് വരുത്തി വെക്കുന്നത് എന്നും ഡയാറ്റംസ് ഡയാറ്റമേഷ്യസ് എർത്തിലേക്ക് കാരണമാകുന്നുണ്ടെന്നും ഈ ഡയാറ്റമേഷ്യസ് എർത്തിന്റെ ഉപയോഗങ്ങൾ ഇന്നതൊക്കെയാണെന്നും ഒക്കെയാണ് നമ്മള് ഈ ചാപ്റ്ററിൽ ഓർത്ത് വെക്കണം. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഈ 1 മാർക്കിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ കുറെ കാലമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ 1 മാർക്കിനായിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിലും പണ്ട് എന്റെ വല്യപ്പ പറയാനു പലതുള്ളി പെരുവെള്ളം. ഇങ്ങനെ 11 ചാപ്റ്ററിൽ നിന്ന് 1 മാർക്ക് കിട്ടുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 11 മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചാപ്റ്ററിന്റെ വെയിറ്റേജ് നോക്കിയിട്ട് പഠിപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചില ചാപ്റ്ററിനൊന്നും അത്ര വെയിറ്റേജ് ഇല്ല. പക്ഷെ എല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് പോകാൻ വേണം അല്ലേ? അപ്പൊ ചാപ്റ്ററിന്റെ പേര് ഉറക്ക വായിച്ച ആസിയ. ഉറക്ക വായിച്ച് ഇന്ന് ക്ലാസ്സിൽ ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് അറിഞ്ഞോട്ടെ. ബോട്ടണിയിലെ 1ാമത്തെ ചാപ്റ്ററിന്റെ പേര് ഉറക്ക വായിച്ചു കൊടുക്കുക. നമ്മൾ ബോട്ടണി ഫസ്റ്റ് ഇയർ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേര്? ആസിയ ഉറക്ക വായിച്ചേ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏതൊക്കെ കിങ്ഡം ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ? കിങ്ഡം മൊനീറ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഏതാ പഠിച്ചേ? പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈ വരെ പഠിച്ചു കഴിഞ്ഞു. എല്ലാരും കേട്ടോട്ടോ. ആസിയ പറയാണ് കിങ്ഡം അയ്യോ ഏതൊക്കെ കിങ്ഡം ആസിയ? ഞാൻ മറന്നുപോയില്ല. ഈ പറഞ്ഞ ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊനേറ, കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ അവസാനം വരെ നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ റമീസെ, ഈ കിങ്ഡം ഫംഗസിനെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ക്ലാസ്സുകളാക്കി തിരിച്ചു എന്നാ പറയുന്നത്? എത്ര ക്ലാസ്സുകളുണ്ട്? 4. ഏതൊക്കെയാ 4 ക്ലാസ്? സൈക്കോമൈസെറ്റ്സ്, ആസ്കോമൈസെറ്റ്സ്, ബസീഡിയോമൈസെറ്റ്സ്, ഡ്യൂട്ടറോമൈസെറ്റ്സ്. ഓക്കെ. റിയെ, ശരിക്കും ഈ പറയുന്ന ഫംഗസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന സെക്ഷുവൽ സ്പോർ ആണോ അസെക്ഷുവൽ സ്പോർ ആണോ ഊസ്പോർ എന്ന് പറയുന്നത്? റിയ എവിടെ? സ്പീഡി പറയാട്ടോ. റിയെ, ഊസ്പോർ എന്ന് പറയുന്നത് അസെക്ഷുവൽ സ്പോർ ആണോ സെക്ഷുവൽ സ്പോർ ആണോ? ഊസ്പോർ. ഊസ്പോർസ് ആണോ സർ? അതെ, ഊസ്പോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന സെക്ഷുവൽ സ്പോർ. അപ്പൊ റിയെ, ഏതൊക്കെയാണ് ഈ പറയുന്ന ഫംഗസിന്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന 3 മെത്തേഡുകൾ? ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്. അപ്പൊ അല്ല റിയെ, അപ്പൊ സെക്ഷുവൽ സൈക്കിളിലെ 3 ഇവന്റ്സ് ഏതൊക്കെയാ ഫംഗസിന്റെ? ഓസ്പോർസ്, ആസ്കോസ്പോർസ് ആൻഡ് ബസിഡിയോസ്പോർസ്. അതല്ല ഞാൻ ചോദിച്ച, സെക്ഷുവൽ സൈക്കിളിൽ കാണുന്ന 3 സ്റ്റേജുകൾ ഏതൊക്കെയാണ്? പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. ഓക്കെ, റിയ നീ പഠിച്ചു. അടുത്തത് അഫ്നാൻ എവിടെ? അഫ്നാനെ. യെസ് സർ. പറഞ്ഞു. എന്തൊക്കെയാണ് ഫംഗസിന്റെ 4 ക്ലാസ്സുകൾ പറഞ്ഞു കുഞ്ഞേ? സൈക്കോമൈസിൽസ്, ആസ്കോമൈസിൽസ്, ബസിഡോമൈസിൽസ്, റൈസോപ്പസ് ഒക്കെ വരുന്നത് ആസ്കോമൈസെറ്റിലാണോ ബെസിഡിയോമൈസെറ്റിലാണോ? റൈസോപ്പസ് മ്യൂക്കറും ഒക്കെ വരുന്നത് ആസ്കോമൈസെറ്റിലാണോ ബെസിഡിയോമൈസെറ്റിലാണോ? റൈസോപ്പസും മ്യൂക്കറൊക്കെ എന്ന് മുതലാണ് റൈസോപ്പസിനെ മ്യൂക്കറിനെ ഒക്കെ നീ കൊണ്ടുപോയിട്ട് ആസ്കോമൈസെറ്റിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്? അതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണ്? എന്നാ പോട്ടെ, ഏത് ഫംഗസിനെയാണ് നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്നത്? പോട്ടെ. പുതിയ അഡ്മിഷൻ എടുത്തതാണ്. ഓക്കെ, എന്നാ പിന്നെ അത് ആദ്യം പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ അഭി പറഞ്ഞോ. സ്പൊറാഞ്ചിയോസ്പോർ അസെക്ഷൽ സ്പോർ ആണോ സെക്ഷൽ സ്പോർ ആണോ? അസെക്ഷൽ. അങ്ങനെയാണെങ്കിൽ ആസ്കോസ്പോർ സെക്ഷൽ സ്പോർ ആണോ
അസെക്ഷൽ സ്പോർ ആണോ? സെക്ഷൽ സ്പോർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്നത് ആസ്കോമൈസെറ്റിനെ ആണോ ബെസിഡിയമൈസെറ്റിനെ ആണോ? ഡ്യൂട്ടറോമൈസെറ്റ്. വെരി ഗുഡ്, അഭിനവ് പഠിച്ചിട്ടുണ്ട്, മിടുക്കൻ. അടുത്തത് അമാൻ. അമാൻ പറഞ്ഞോളി. ഞാൻ ഈ പറയുന്നത് ഫംഗൽ ബോഡിക്ക് പറയുന്ന പേര് മൈസീലിയം. അങ്ങനെയാണെങ്കിൽ മൈസീലിയം എന്ന് പറയുന്നതിന്റെ ഇൻഡിവിജ്വൽ ബ്രാഞ്ച് അല്ലെങ്കിൽ സ്ലെൻഡർ ബ്രാഞ്ചിന് ഹൈഫ. ഹൈഫ 2 തരം ഉണ്ടല്ലോ, ഏതൊക്കെയാ ഹൈഫ 2 തരം എന്ന് പറഞ്ഞേ? സീനോസൈറ്റിക്കും ആൻഡ് മൾട്ടി ന്യൂക്ലിയേറ്റിക്. എന്താണ് കണ്ടീഷൻ പ്രസന്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ആ മതിയടാ. ന്യൂക്ലിയേറ്റിക് കണ്ടീഷൻ. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ ചോദിച്ചാല്, ഈ പറയുന്ന ഒരു ഐഫെ തന്നെ മെയിൽ ന്യൂക്ലിയസും ഫീമെയിൽ ന്യൂക്ലിയസും കാണപ്പെടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താ? മെയിൽ ന്യൂക്ലിയസും ഫീമെയിൽ ന്യൂക്ലിയസും ഒരേ ഐഫയിൽ കാണുമ്പോൾ ആ കണ്ടീഷന് പറയുന്ന പേരെന്താ? ഡൈകാരിയോഫേസ്. കേട്ടിട്ടില്ല ഡൈകാരിയോഫേസ്? ഏതാണ് അമാനെ ഒരേ ഒരു പാരാസൈറ്റിക് ഫംഗൈ ഓൺ മസ്റ്റാർഡ് പ്ലാന്റ് എന്ന് വിളിക്കുന്നത്? ആസ്കോമൈസെറ്റ് ആണോ പാരാസൈറ്റിക് ഫംഗൈ ഓൺ മസ്റ്റാർഡ് പ്ലാന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ഏത് ഫംഗസ് ആണ് ആന്റിബയോട്ടിക് കിട്ടുന്ന ഫംഗസ്? അമാൻ പഠിച്ചിട്ടില്ല. ആദ്യത്തെ ആ കത്തിക്കാറിൽ കണ്ടപ്പോ എനിക്ക് തോന്നി അത് നോക്കി വായിച്ചപ്പോ കണ്ട സെന്റൻസ് ആണെന്നും അപ്പൊ അതങ്ങ് കത്തി കയറിയതാണെന്നും പെട്ടെന്ന് മനസ്സിലായി. പിന്നെ ആദ്യത്തെ ആരംഭ ശൂരത്തെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. പിന്നെ നിങ്ങള് അമാന് പിടുത്തം വിട്ടുന്ന്. അമാൻ പഠിച്ചിട്ടില്ല. അപ്പൊ നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്. എന്താണ് പണിഷ്മെന്റ് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ എടുക്കുന്ന ചാപ്റ്റർ അല്ലേ, ഇന്ന് ഈ ചാപ്റ്റർ തീരുകയാണ്. ഈ ചാപ്റ്റർ അടുത്ത ക്ലാസ് വരുമ്പോ അമാനോട് ഫസ്റ്റ് മുഴുവൻ ചോദിച്ചിട്ടേ ഞാൻ ക്ലാസ് തുടങ്ങുള്ളൂ. കേട്ടല്ലോ? അല്ലെങ്കിൽ ഞാൻ ഈ ചാപ്റ്ററിന് മുഴുവൻ നോട്ടും എംപോസിഷൻ തരും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ. അപ്പൊ അമാൻ എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ ഇന്ന് തരുന്ന നോട്ട് അടക്കം പഠിച്ച് അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമാൻ, ഞാൻ ഇവിടെ പേര് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അമാൻ. അമാന്റെ ഫുള്ള് പേരെന്താ? സമീത്. അബാന സമീൻ. ഓക്കെ, പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ സമയം തരികയാണ്. അടുത്തത് ആസിയ സുഹ പറഞ്ഞു. ആസിയ സുഹേനോട് ഞാൻ ചോദിച്ചല്ലേ സുഹേ? ഓക്കെ, അടുത്ത ഐഷ ഐറിൻ പറഞ്ഞു. ഐഷ ഐറിൻ എന്താണ് ഈ ഡയനോചെല്ലൈറ്റിന് എക്സാമ്പിൾ എന്താ കുഞ്ഞെ? സ്പീഡിൽ പറയണേ. എന്ത് സാർ? ഡയനോപ്ലജെല്ലൈറ്റ് എന്ന് പറയുന്ന കിങ്ഡം പ്രൊട്ടിസ്റ്റയ്ക്ക് എക്സാമ്പിള് അറിയില്ല. ക്രൈസോബൈറ്റിന് 2 എക്സാമ്പിൾ അറിയോ? ഇല്ല. ഐറിനും ഉയർന്ന പഠിപ്പിസ്റ്റാന്ന് മനസ്സിലായി. എന്താണ് ഡ്യൂട്രോമൈസറ്റിന് 2 എക്സാമ്പിൾ? ഐറിനെ ഡ്യൂട്രോമൈസറ്റിന് എക്സാമ്പിൾ എന്താ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒന്നും പഠിക്കും. അപ്പൊ പിന്നെ ഏതാണ് സാക്ക് ഫംഗൈ എന്നറിയപ്പെടുന്നത്? സാക്ക് ഫംഗൈ അമാൻ ഒരു കൂട്ടുണ്ട് സുഹ. രണ്ടുപേരും എന്ത് ചെയ്യാ, ഒരേ വണ്ടിയിൽ വിടാം. സുഹേ അടുത്ത ക്ലാസ് ഐഷ സുഹ ഐറിൻ. ഐറിൻ സോറി ഐറിനോട് ഞാൻ രണ്ടാമത് നമ്മുടെ അമീനോട് ചോദിച്ചു കഴിഞ്ഞിട്ട് ഐറിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തൂട്ടോ. അവിടെ ഇരുത്തി സുബേർ സാർ പഠിപ്പിക്കുവേ. വീട്ടിലിരുന്നിരിക്കുന്നില്ലെങ്കിൽ നേരെ സ്കൂളിലേക്ക് വരിക, എന്നിട്ട് സ്കൂളിൽ വന്നിരുന്നിട്ട് പഠിക്കുക. 2 മണിക്കൂർ ഇരുന്നാൽ മതി എന്നാ സാറ് പറഞ്ഞത്. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് സ്കൂളിലേക്ക് വിളിച്ചു വരുത്താന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഫാത്തിമ എവിടെ? ഫാത്തി, എന്താണ് ഫാത്തിമ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്നറിയപ്പെടുന്ന ഫംഗസ്? ഡ്യൂട്ടറോമൈസെറ്റ്. അപ്പൊ പിന്നെ സാക്ക് ഫംഗൈ ഏതാ? ആസ്കോമൈസെറ്റ്. ഈ ആന്റിബയോട്ടിക് കിട്ടുന്ന ഫംഗസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ഡ്യൂട്രോമൈസെറ്റ് ആണോ ബെസിഡിയമൈസെറ്റ് ആണോ? ആസ്കോമൈസെറ്റ്. യെസ്, കണ്ടോ? ഫാത്തിമൊക്കെ പഠിച്ച് മിടുക്കിയായിട്ട് വന്നേക്കാം. മിടുക്കി, വെരി ഗുഡ്. ഫിദ, നമുക്കറിയാം ഓരോരുത്തരോട് ചോദ്യം ചോദിക്കുമ്പോൾ ഓരോ ഉത്തരം പറയുന്നതിന്റെ നേക്കാണുമ്പോ അറിയാം ഓല് പഠിച്ചോ ഇല്ലയോ എന്നുള്ളത്. വെറുതെ ടൈം പാസിന് വേണ്ടി കുറെ കുട്ടികൾ ഇതിനകത്ത് കയറിയിരിക്കുന്ന ആരൊക്കെയാണ്? അടുത്ത ഫിദ ഷെറിനേടെ? ഫിദ ഷെറിൻ, ഷെറിനെ
ചോദ്യം ഇതാണ്, ഏതാണ് ക്ലബ് ഫംഗൈ? തുടക്കം തന്നെ കല്ലുകടിയാണല്ലോ. പഠിക്ക്. അങ്ങനെയാണെങ്കിൽ ഏതാണ് സാക് ഫംഗൈ? ഓക്കെ. പെനിസിലിയം ബെസിഡിയമൈസെറ്റ് ആണോ ഡ്യൂട്രോമൈസെറ്റ് ആണോ? പെനിസിലിയം. അപ്പൊ പിന്നെ പാരസൈറ്റിക് ഫംഗൈ ഓൺ മസ്റ്റാർഡ് പ്ലാന്റ് ഏതാ? ഫൈക്കോമൈസെറ്റിലെ ഏതാ അതിന്റെ പേര്? അങ്ങനെയാണെങ്കിൽ 2 എഡിബിൾ ഫംഗസ് പറഞ്ഞേ ആസ്കോമൈസെറ്റിലെ. അപ്പൊ പിന്നെ എഡിബിൾ ഫംഗസ് ഏതാ? ബെസിഡിയമൈസെറ്റിലെ എഡിബിൾ ഫംഗസ് ഏതാ? അറിയില്ല സാർ, അതില് അങ്ങനെ എരിവിൽ ഇല്ലല്ലോ. പിന്നെ മഷ്റൂം നമ്മൾ തിന്നല്ല. മഷ്റൂമിനെ കുച്ചിടാനോ ഉപയോഗിക്കാം. നമ്മള് കൂണ് കറി അല്ല, നിങ്ങൾ മഷ്റൂം കടയിൽ നിന്ന് വാങ്ങി കറി വെക്കാറില്ല? അഗാരിക്കസ് മഷ്റൂം കറി വെക്കുന്നവരാരൊക്കെ ഉണ്ട് ഇതിനകത്ത്? ഫാത്തിമേ, ഈ ഇന്നേ വരെ മഷ്റൂം കറി വെച്ചിട്ടുണ്ടോ? ആരും കഴിച്ചില്ല. നമ്മടെ ഉസൈർ മഷ്റൂം തന്നെ തിന്നണ ചക്കനാണല്ലോ. ഉസൈറെ, മഷ്റൂം ഫ്രൈ തിന്നിട്ടുണ്ടോടാ? കണ്ടോ, തിന്നാൻ പറ്റുന്നുണ്ടത്. അത് എഡിബിൾ ആണ്. അഗാരിക്കസ് എഡിബിൾ ആണ്. അടുത്തത് റികാസ് പറഞ്ഞോ. റികാസെ, എന്താണ് അസെക്ഷുവൽ സ്പോറുകൾ ഫംഗസിൽ കാണുന്ന? പെട്ടെന്ന് പറഞ്ഞേ. റികാസ് ഇല്ല. അപ്പൊ പിന്നെ ആബ്സെന്റ് ആയിട്ട് നമുക്ക് വരാം. എന്നാ പറ. സെക്ഷൽ സ്പോറുകൾ. ഇത് വായിക്കാണ്ട് വന്നിട്ട് ഇവിടെ സമയം കളയാൻ പറ്റൂല. നിങ്ങൾ ഇത് ആകെ 2, 3, 5 സെന്റൻസ് എഴുതി തരും. എന്നിട്ട് അത് വായിച്ചു പഠിക്കാനുള്ളതിന് പിന്നെ നിങ്ങൾക്ക് എന്താ പണി? എന്റെ ഒക്കെ സാർ എന്നോട് പറയാനു, നിങ്ങൾക്ക് എന്താ മോനെ പൊരയിൽ നയിച്ചുണ്ടാക്കണോ എന്നൊക്കെ ചോദിക്കാൻ എന്റെ സാറ്. ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ പഠിക്കാണ്ട് ഇങ്ങനെ കുന്തം പോലെ എണീറ്റിരിക്കുമ്പോ എന്റെ സാറില്ലേ, സുവോളജിന്റെ സാർ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഈ എന്താണോ പൊരേക്കുള്ളത് അധ്വാനിക്കാൻ പോയതാണ്, എത്രമാത്രം എനിക്ക് വലിയ പൊരയിൽ സമയമില്ലാത്ത അവസ്ഥ, ഇതൊരു 10 മിനിറ്റ് ഇരുന്ന് വായിക്കാനൊന്നും പറ്റൂലെന്ന് ചോദിക്കും. അപ്പോ അങ്ങനെ എന്റെ സാറ് ചോദിച്ചപ്പോഴാണ് ഞാനൊക്കെ ഇരുന്ന് പഠിച്ചെന്നാ പറയാ. അപ്പോ എന്താണ് റികാസെ ഫംഗസിലെ സെക്ഷൽ സ്പോറുകൾ ഏതൊക്കെയാ പറഞ്ഞേ? ഫംഗസിൽ നടക്കുന്ന സെക്ഷൽ സ്പോറുകൾ ഏതൊക്കെയാ പറഞ്ഞേ? സെക്ഷൽ സ്പോറുകളാണ്. എല്ലാരും കേട്ടോളി. റികാസ് കണ്ടെത്തിയ സെക്ഷൽ സ്പോറുകളാണ്. സ്ക്രീനിൽ കണ്ടപ്പോ അവന് വായി തോന്നുന്ന കോതക്ക് പാട്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂവിയതാണ്. നോക്കുമ്പോ പൊട്ട തെറ്റ്. അത് അസെക്ഷൽ സ്പോർ ആയിരുന്നു. അപ്പോ എന്തൊക്കെയാണ് റികാസെ ഫംഗസിന്റെ 4 ക്ലാസ്സുകളില് ഇംപെർഫെക്റ്റ് ഫംഗൈ എന്നറിയപ്പെടുന്ന ഏതാ? ഇതാ. അപ്പൊ പിന്നെ ഏതാണ് റികാസെ ഈ പറയുന്ന പാരസൈറ്റിക് ഫംഗൈ ഓൺ മസ്റ്റാർഡ് പ്ലാന്റ് ഏതാ? ഫൈക്കോമൈസിൽ. അതിന് മെമ്പറുടെ പേരൊന്നുമില്ല. ആൽബുഗോ. അപ്പൊ പിന്നെ ഈ ഡയറ്റമേഷ്യസ് എർത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ? ഫിൽറ്ററിംഗ് ഓയിൽ. ഏതാണ് പ്രിമിറ്റീവ് ആൻസെസ്റ്റർ ഓഫ് ഹ്യൂമൻ എന്ന് പറയുന്ന പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ഹ്യൂമൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാ? പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ഹ്യൂമൻ ആരാ? പഠിച്ചോന്ന് ചോദിച്ചാ പഠിച്ചൊന്നും ഇല്ല. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് സെറ്റായി വന്നില്ലെങ്കിൽ ഞാന് ഉറപ്പായിട്ടും സുബേർ സാറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. സാനിയ പെട്ടെന്ന് പറഞ്ഞോ, ഏതാണ് ഇംപെർഫെക്റ്റ് ഫംഗൈ? സാനിയ അറിയില്ല, നീ പഠിച്ചിട്ടില്ല. ഏതാണ് ഇംപെർഫെക്റ്റ് ഫംഗൈ? അറിയില്ല. ഏതാണ് സാക് ഫംഗൈ? അറിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പകുതിയിൽ ലെഫ്റ്റ് അടിച്ചിക്ക് പനിയായിട്ട്. അപ്പൊ നിനക്ക് ഈ റെക്കോർഡ് ക്ലാസ് ഒന്നും കിട്ടിയില്ലേ? ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അത് പൂജയ്ക്ക് എടുക്കാത്ത പൂക്കളെ പോലെ കൊണ്ടുവച്ചേക്ക. പനി മാറിയിട്ടേ ഉള്ളൂ. ഉസൈർ മുത്തേ, എന്റെ മുത്തേടെ ഉസൈർ, ഓവനാണ് എന്റെ പ്രതീക്ഷ. ഉസൈർ പറഞ്ഞോട്ടാ, എന്തൊക്കെയാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റന്റെ 5 ഗ്രൂപ്പുകൾ പറഞ്ഞ? റൈസോഫൈറ്റ്സ്, റൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, ഫ്ലൈമോൾസ്, പ്രോട്ടോസോൺസ്. ഓക്കെ. ഇതിനകത്ത് ഏതാണ് പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ഹ്യൂമൻ എന്നറിയപ്പെടുന്നത്? പ്രോട്ടോസോൺസ്. ആ പ്രോട്ടോസോവൻസ് എത്ര തരമുണ്ട്? എത്ര തരമുണ്ട്? 4 തരം. അതിനകത്ത് ട്രിപ്പിനോസോമ വരുന്നത് ഏതിലാ? ഫ്ലജലേറ്റഡ് പ്രോട്ടോസോൺസ്. അപ്പൊ പിന്നെ മലേറിയ കോസിംഗ് പാരസൈറ്റിന് പറഞ്ഞ പേരെന്താ? വോറോസോൺസ്. ഏതാണ്
ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക്കൽ സ്റ്റഡീസിന് ഉപയോഗിക്കുന്ന ഫംഗസിന്റെ പേര്? ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക്കൽ സ്റ്റഡീസിന് ഉപയോഗിക്കുന്ന ഫംഗസിന്റെ പേരെന്താടാ? എന്നാ വേണ്ട, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫംഗസിന്റെ പേര് പറഞ്ഞേ. എന്താ സാറേ പറയാത്തത്? ചെക്കന് നല്ല യൂണിസെല്ലുലാർ. ഏതാ യൂണിസെല്ലുലാർ ഫംഗസിന്റെ എക്സാമ്പിൾ പറ. യൂണിസെല്ലുലാർ ഫംഗസിന്റെ പേരെന്താ ചോദിച്ചപ്പോ എക്സാമ്പിൾ എന്താ? ഇനി എന്താണ് ഡയാറ്റംസ്? ഡയാറ്റംസ് ആണോ ഡെസ്മിഡുകളാണോ ഗോൾഡൻ ആൽഗ എന്ന് വിളിക്കുന്നത്? അപ്പൊ പിന്നെ എന്താണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഓർഗാനിസം? മൈക്കോപ്ലാസ്മ. ഏതൊക്കെയാ കിങ്ഡം മൊനീറയിൽ വരുന്ന 4 ഗ്രൂപ്പ്? പെട്ടെന്ന് സ്പീഡില്. ആർക്കിബാക്ടീരിയ, യൂബാക്ടീരിയ. ഓക്കെ, മിടുക്കൻ. ഉസൈർ കുറെയൊക്കെ പഠിച്ച്. വിനായക് പറഞ്ഞോ, ആർക്കിബാക്ടീരിയന്റെ 3 ക്ലാസ്സുകൾ എന്തൊക്കെയാ മുത്തേ? വിനായക് ഏടറാ? പറഞ്ഞോ, ആർക്കിബാക്ടീരിയയുടെ 3 ക്ലാസ്സുകൾ ഏതൊക്കെയാ പറഞ്ഞേ? ഹാലോഫൈൽസ്, തെർമോഅസിഡോഫൈൽസ്, മെത്തനോജൻസ്. അതിനകത്ത് ഹോട്ട് സ്പ്രിംഗിൽ ജീവിക്കുന്നവരാരാ? തെർമോഅസിഡോഫൈൽസ്. ഈ നമ്മുടെ ആൾട്ടർനേരിയയും കളക്ടോട്രൈക്കും ഒക്കെ വരുന്നത് ബെസിഡിയോമൈസെറ്റിലാണോ ആസ്കോമൈസെറ്റിലാണോ? ആൾട്ടർനേരിയ, കളക്ടോട്രൈക്കം, ട്രൈക്കോഡെർമയൊക്കെ. ആൾട്ടർനേരിയ, കളക്ടോട്രൈക്കം, ട്രൈക്കോഡെർമ. ഈ ഫംഗസുകൾ വരുന്ന ഫംഗൽ ക്ലാസിന്റെ പേരെന്താ? ആസ്കോമൈസെറ്റോ? ആസ്കോമൈസെറ്റിലൊക്കെയാണോ കളക്ടോട്രൈക്കോ ട്രൈക്കോഡെർമ ഒക്കെ വരുന്നത്? നുണ പറയല്ലേ. ഏതാണോ ക്ലബ് ഫംഗൈ എന്നറിയപ്പെടുന്നത്? ക്ലബ് ഫംഗൈ ബസിഡിയോമൈസെറ്റ്സ്. സെക്ഷൽ സൈക്കിളിലുള്ള 3 സ്റ്റേജുകൾ ഏതൊക്കെയാ? ഫംഗസിന്റെ സെക്ഷൽ സൈക്കിളിലുള്ള 3 സ്റ്റേജുകൾ? ഊസ്പോസ്, ആസ്കോപോസ്, ബസിഡിയോസ്പോസ്. എന്തൊക്കെ മേലെ വർത്താനായി പറഞ്ഞത്? സെക്ഷുവൽ സൈക്കിളിൽ കാണുന്ന 3 സ്റ്റേജുകളോ? സെക്ഷുവൽ സ്പോർ അല്ല ഞാൻ ചോദിച്ചത്. സെക്ഷുവൽ സൈക്കിളിൽ കാണുന്ന 3 സ്റ്റേജുകൾ ഏതൊക്കെയാ? പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. അതിനകത്ത് ഏതാ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസത്തിന് പറയുന്ന പേര്? കാരിയോഗമി ആണോ മിയോസിസ് ആണോ? പ്ലാസ്മോഗമി. ഓക്കെ, മിടുക്കൻ. അപ്പോ ഞാൻ ഈ പറഞ്ഞ വ്യക്തിത്വങ്ങള് ഇന്ന് ഉത്തരം പറഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യാ? ഇന്ന് പഠിച്ചാൽ മതി. അല്ലാത്ത കുട്ടികൾ മുഴുവനും. റിഗാസിനോട് ഞാൻ ചോദ്യം ചോദിച്ചോ? റിഗാസേ ചോദിച്ചു. അടുത്ത ക്ലാസ്സിലേക്ക് ഇന്ന് പഠിപ്പിക്കുന്ന സാധനം കൂടെ ആയിട്ട് പഠിച്ചായിട്ട് വരിക. എന്നിട്ട് ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ പേരായിട്ട് നേരെ എഴുതിയെടുക്കും. പിന്നെ നിങ്ങൾ സ്കൂളിലേക്ക് വന്നിട്ട് വേണം ഇന്ന് പഠിക്കാൻ കേട്ടോ. ആ കുട്ടികൾ മാത്രം, അല്ലെങ്കിൽ 2 or 3 പേരായിട്ട് സ്കൂളിലേക്ക് വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സ്കൂളിൽ ഇരുന്ന് അവിടെ ഇരുന്ന് പഠിച്ചോളാനാ പറഞ്ഞത്. സാറ് പറഞ്ഞു വേറെ ശിക്ഷയൊന്നുമില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ചൂരലെടുത്ത് അടിക്കൊന്നുമില്ല, അങ്ങാകെ എന്താ പറയാ ചീത്തൊന്നും പറയില്ല സാറ്. എന്നോട് സാറ് പറഞ്ഞെന്താ വെച്ചാല്, സാർ അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾക്ക് പുരയിൽ ചിലപ്പോ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവൂല, അങ്ങനെ നമുക്ക് പോലെ സ്കൂളിലേക്ക് വിളിപ്പിച്ച് വരുത്തിയിട്ട് അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എഴുതി വെച്ചോ, വൈറസ്, വൈറോയിഡ്, പ്രയോൺസ്, ലൈക്കൻസ് എന്നെല്ലാരും എഴുതി വെച്ചോ. അഫ്നാനെ, ബയോളജി ക്ലാസിഫിക്കേഷന്റെ ലാസ്റ്റ് ടോപ്പിക്സ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയത്? വൈറസസ്, വൈറോയിഡ്, പ്രയോൺസ്, ലൈക്കൻസ്. ആസിയെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഹെഡിങ് എഴുതിയെന്ന് വായിച്ചേ? ആസിയടെ ലൂറ്ററോമൈസിന്റെ നോട്ട് എഴുതിയില്ല? അപ്പൊ അടുത്ത ഹെഡിങ് എഴുതി വെച്ചോ, വൈറസസ്, വൈറോയിഡ്, പ്രയോൺസ്, ലൈക്കൻസ്. പ്ലാന്റ് ആനിമൽ കിങ്ഡം ഇല്ലേ? പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡവും ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നില്ല. കാരണം ആരോടും പറയണ്ട, പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞ വലിയൊരു ബോട്ടണിയിലെ ചാപ്റ്റർ ആണ്. ഇത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുക. എനിക്ക് തോന്നണ ബോട്ടണിയിൽ അത്യാവശ്യം ബുദ്ധിമുട്ടും നല്ല റേഞ്ചും കുറേ പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ ആരോടും പറയില്ല, ഞാനൊരു രഹസ്യം കൂടെ പറയാം. ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ സാധനല്ലേ സുവോളജിയില് ഏറ്റവും വലിയ, ഫസ്റ്റ് ഇയറിലെ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്ററാ.
ഇത് കഴിഞ്ഞ് നമ്മള് സുവോളജിയിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാത്തതിന്റെ കേടൊക്കെ ആടെ പഠിക്കുമ്പോ മാറും. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റ് കിങ്ഡോ ആനിമൽ കിങ്ഡോ ഇവിടെ പഠിക്കാത്തത്. കാരണം അത് രണ്ട് വലിയ ചാപ്റ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു സുവോളജിയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന 8 മാർക്ക് വരുന്ന ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. പെട്ടെന്നൊന്നും തീരൂല, ഒരുപാട് നല്ല രസമായിട്ട്. അപ്പൊ വൈറസ്, വൈറോയിഡ്, പ്രയോൺസ്, ലൈക്കൻസ് എഴുതിക്കോ. ഇന്ന് ഏറെ നമ്മളെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. വൈറസ് അടിപൊളി ടോപ്പിക്സ് ആണ്. എനിക്ക് തോന്നുന്നു വൈറസിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് അഭിനവിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. അഭിനവെ, വൈറസും ലോകവും ഈ വിഷയത്തെ കുറിച്ച് അഭിനവിന് 2 വാക്ക് ഇപ്പോ ഈ അവസരത്തിൽ സംസാരിക്കാവുന്നതാണ്. ടോപ്പിക്സിന്റെ പേര് വൈറസ് ആൻഡ് വേൾഡ്, വൈറസും ലോകവും. പറഞ്ഞു, അഭിനവന് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. പെട്ടെന്ന് പറ. ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. വൈറസ് ഒന്നുണ്ടെന്നെയാണ്. ഓക്കെ മിടുക്കൻ, കണ്ടോ? അടിപൊളി. അപ്പൊ ഞാന് അഭിനവിന്റെ ആ മെന്റാലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്താ. അഭിനവ്, നമ്മുടെ സ്കൂളിൽ NSS ഉണ്ടോടാ? ഇല്ലല്ലേ? ഞാൻ അഭിനവിനെ പിടിച്ച് NSSലേക്ക് ഇടാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പൊ നോക്കി, എന്താണ് അഭിനവ് പറഞ്ഞു വരുന്നത്? ലോകത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഈ വൈറസ്. അഭിനവ് പറയുന്ന പോലെ പറയുകയാണെങ്കിൽ ലോകം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ സൂക്ഷ്മജീവിയുടെ ഒരു മൈക്രോ ഓർഗാനിസം നമ്മൾ കണ്ണുകൊണ്ട് പോലും നമുക്ക് കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി മാത്രം കാണപ്പെടുന്ന ഒരു ജീവിയാണ്. ശരിക്കും ഈ വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറസുകളെ നമ്മൾ വിളിക്കണം ബയോളജിക്കൽ പസിൽസ് എന്ന് വിളിക്കണം. ബയോളജിക്കൽ പസിൽസ്. കാരണം എന്താ? ഒരു ജീവനില്ലാത്ത വസ്തുവിൽ പോലും ഈ വൈറസുകൾ ജീവിക്കുന്ന പോലും ഇല്ല. അവയ്ക്ക് ഇനാക്റ്റീവ് ആയിട്ട് കഴിയാനേ പറ്റുള്ളൂ. ഇപ്പൊ കല്ലിലോ മണ്ണിലോ അല്ലെങ്കിൽ നമ്മുടെ വാതിലിന്റെ പടിയിലോ ഒക്കെ നമ്മളോട് ടച്ച് ചെയ്യരുത് പറയുന്നുണ്ട്. കാരണം എന്താ? അവിടെയൊക്കെ വൈറസ് ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണ്, ജീവനില്ലാത്തവരെ പോലെ നിൽക്കുക. പക്ഷെ നമ്മൾ ഈ ഒരു കൊറോണ രോഗി ടച്ച് ചെയ്ത ആ വാതിലിന്റെ ഹാൻഡിലില് ഈ വൈറസ് ഇനാക്റ്റീവ് ആയി കഴിയുമ്പോൾ നമ്മുടെ കൈ ആ വാതിലിന്റെ ഹാൻഡിലേക്ക് തൊട്ടു പോകുമ്പോ അവിടെ ആ വൈറസ് സെൻസിറ്റീവ് ആവുകയാണ്. പെട്ടെന്ന് ആ വൈറസിന് അത് മനസ്സിലാവും, ജീവനുള്ള ഒരു വസ്തു വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ആ വൈറസ് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കയറും. എന്നിട്ട് ജീവനുള്ള ശരീരത്തിൽ കയറിയിട്ടാണ് വൈറസിന് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ പറയും, വൈറസസ് ആർ ലിവിങ് ഓൺലി വെൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ലിവിങ് ഹോസ്റ്റ്. ജീവനുള്ളവയുടെ ഒരു ശരീരത്തിൽ കയറുമ്പോഴേ വൈറസിന് ജീവൻ വെക്കുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് വൈറസ് ഒക്കെ മരിച്ചവരെ പോലെയാ, ഇനാക്റ്റീവാ. അതുകൊണ്ടായിരിക്കാം വൈറസിനെ എല്ലാവരും ബയോളജിക്കൽ പസിൽസ് എന്ന് വിളിക്കുന്നത്. എന്താണെങ്കിലും കഥ പോകുന്നത്, വൈറസിന്റെ കഥ തുടങ്ങി വെക്കുന്നത് ആരാന്നറിയാവോ? നമ്മുടെ ഇവാനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റാ. അപ്പൊ ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇതിനകത്ത് ഇപ്പോ ക്ലാസ്സിൽ കുറെ പേര് ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ടല്ലോ. ഓനൊക്കെ ഞാനിപ്പോ റിപ്പോർട്ട് ചെയ്യാണ്, കംപ്ലീറ്റ് ചെക്കന്മാരെ റിപ്പോർട്ട് ചെയ്യാണ്. നമ്മുടെ കുറെ പേര് ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ട്, ഓനൊക്കെ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ നോക്കിയേ, വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാന്നറിയാവോ? ഇവാനോസ്കി എന്ന് പറയുന്ന സയന്റിസ്റ്റാ. ഇനി ആരും കണ്ടില്ല, മൂപ്പരാണത്. കണ്ടില്ലേ അഫ്നാനെ? ഇവാനോസ്കിനെ കണ്ടോ? ഈ മൂപ്പര് എങ്ങനെയാ കണ്ടുവെച്ചാ, മൂപ്പര് ഈ വൈറസ് എന്ന് പറഞ്ഞ സാധനത്തിനെ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് കണ്ടുപിടിച്ചല്ല. മൂപ്പര് മുറ്റത്ത് ലേസം കഞ്ചാവ് ചെടി നട്ട്. കഞ്ചാവ് അല്ലല്ലോ പഠിച്ചോനെ, ആ ചെടിയിലെ പേരെന്തേനു? ടുബാക്കോ എന്ന് പറഞ്ഞ കഞ്ചാവ് അല്ലല്ലോ. അഭിനവേ, ടുബാക്കോന്റെ മലയാളം എന്തേനു? ടുബാക്കോ കഞ്ചാവ് അല്ലല്ലോ. ടുബാക്കോന്റെ മലയാളം എനിക്കറിയാൻ. പുകയിലച്ചെടി നട്ട്. അപ്പൊ ഈ ചെടീന്റെ വേല മുഴുവൻ നിങ്ങൾ നോക്ക്, മുഴുവൻ ഈ മൊസൈക്ക് രോഗം വന്ന്, ഇങ്ങനെ പുള്ളിക്കുത്ത് രോഗം കണ്ടോ? ഇല എല്ലാവരും നോക്ക്. അമാനെ, ഈ ആ ഇല കണ്ടോ? മുഴുവൻ വൈറ്റ് ഡോട്ട് പുള്ളിക്കുത്ത് രോഗം കണ്ടോ ഈ? അപ്പൊ ഇത് എന്താണ് രോഗം? മൂപ്പര് വാനോസ്കി വിചാരിച്ച് എന്തോ ബാക്ടീരിയോ ഫംഗസ് എങ്ങാണ്ട് വരുത്തിച്ച രോഗം മൂപ്പര് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ മൂപ്പര് മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുമുണ്ട്, ഒരിലയിന്ന് വേറൊരിലയിലേക്ക് ഈ രോഗം ഇങ്ങനെ കത്തി പടര. അപ്പൊ ഇവാനോസ്കി നോക്കുമ്പോണ്ട് ഇത് നമ്മുടെ ബാക്ടീരിയോ ഫംഗസ് ഒന്നും വരുത്തിച്ച രോഗമല്ല,
ഇത് അതുക്കും മേലെ വേറെ ഒരു അൽക്കുലത്ത് സാധനമാണ്. നോക്കുമുണ്ട് ബാക്ടീരിയന്റെ രൂപവും ഭാവവും മറ്റൊന്നല്ല ഈ രോഗം വരുത്തുന്ന പാത്തകാന്. ഭയങ്കര വ്യത്യാസം. എന്നാ പിന്നെ ഫംഗസ് ആണോ? ഒട്ടുമല്ല. അങ്ങനെ ഈ മനുഷ്യന് തല പൊകഞ്ഞാലോചിച്ച് എന്ത് ടുബാക്കോയിൽ എന്ത് രോഗത്തിന് പേരിട്ട പോലെ മൊസൈക്ക് ഡിസീസ് എന്നാ പേരിട്ടത്. വാനോസ്കിട്ട പേരാ. അങ്ങനെ മൂപ്പര് കണ്ടെത്തി ഈ മൊസൈക്ക് ഡിസീസ് ടുബാക്കോയിലെ ഇലയിൽ വരുത്തി വെക്കുന്നത് ബാക്ടീരിയ അല്ല, ഫംഗസും അല്ല. അപ്പൊ പിന്നെ ആസിയെ ആരായിരിക്കും ഈ രോഗത്തിന് കാരണമായ പാത്തജൻ പറ? വൈറസ് എന്ന് പറയുന്ന ഒരു പുതിയ ജീവി. അപ്പൊ മൂപ്പർക്ക് ഈ വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്താണ്. ലോകത്തൊന്നേ വരെ കണ്ടെത്തിയില്ല. അങ്ങനെ മൂപ്പർക്ക് ആകെ ഇങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ഇനിയിപ്പോ ഇത് കണ്ടെത്തിയ ജീവജാലാണോ എന്നൊക്കെ മൂപ്പര് അങ്ങനെ ടെൻഷൻ ഉണ്ട്. അങ്ങനെ മൂപ്പര് ആ ജീവിക്ക് നമ്മുടെ ആസിയെ വിളിച്ച പേര് കൊടുത്ത് വൈറസ്. വരുത്തി വെച്ച രോഗം മൊസൈക്ക് ഡിസീസ് ഓഫ് ടുബാക്കോ. എന്താണ് ലോകത്ത് ആദ്യമായിട്ട് വൈറസിനെ കണ്ടെത്തിയതിന്റെ ക്രെഡിറ്റ് ഇവാനോസ്കിക്ക് കിട്ടിയെന്ന് മാത്രമല്ല, മൂപ്പരാണ് വൈറസ് എന്നുള്ള പേര് കൊടുത്തതും. അല്ലെ മൂപ്പർക്ക് ബാക്ടീരിയ എന്ന് വിളിച്ചൂടെ? മൂപ്പർ അങ്ങനത്തെ ചട്ടത്തരം ചെയ്തില്ലല്ലോ. അങ്ങനെ വൈറസിനെ കണ്ടെത്തിയ ഇവാനോസ്കി ആദ്യം കണ്ടെത്തിയ വൈറസ് ടുബാക്കോ മൊസൈക്ക് വൈറസ് ഡിസീസ് ആയിരുന്നു. പക്ഷെ ഇത്രയും മൂപ്പർക്ക് പിടുത്തം കിട്ടിയിട്ടുള്ളൂ. മൂപ്പർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നോക്കിയിട്ട് മൂപ്പർക്ക് ടെൻഷനായി. അങ്ങനെ മൂപ്പരുടെ ചങ്ക് ബ്രോ എന്ന് വിളിക്കുന്ന ബെജറിൻകാനെ ഫോൺ വിളിച്ച്, ഹലോ ബെജറിയെ, ഈ ഇങ്ങോട്ട് വരുമോന്ന് ചോദിച്ചു. അങ്ങനെ ബെജറി ഫോൺ അറ്റൻഡ് ചെയ്ത്, എന്താണ് എന്റെ പ്രശ്നം പറ, ഈ ഇങ്ങോട്ട് ഒരു സൂത്രം കാട്ടി തരാന്ന് പറഞ്ഞു. അങ്ങനെ ബെജറിൻക എന്ത് ചെയ്ത് മൂപ്പര് വണ്ടിയും വലിയായിട്ട് ഇവാനോസ്കിന്റെ പോരെ കടത്തി നോക്കുമ്പോണ്ട്. ബെജറിൻക നോക്കുമ്പോ സത്യ ഇവാനോസ്കി പറയാണ്, എന്റെ പുകയില ചെടീന്റെ ഇല മുഴുവന് രോഗം വന്ന് നിങ്ങൾ കണ്ടത് മറ്റവനാണ്, ആ ഒരു വൈറസ്. അപ്പോ ബജരംഗ വെച്ച് അതാരാ? മൂപ്പര് വിചാരിച്ച് ഇളയമാന്റെ മോന്റെ പേരല്ല. അപ്പൊ നോക്ക്, അതൊന്നും അല്ല, ഇത് മറ്റേ വേറൊരു പാത്തജനാണ്. ഇതിനെങ്ങനെ പേരൊക്കെ ഇട്ടോന്ന് ചോദിച്ചു ബജരംഗ. ഞാൻ പേരൊക്കെ ഇട്ട്, പുതിയ ഐറ്റാണ് സംഭവം, അതുക്ക് മേലുള്ള സംഭവമാണ്, ബാക്ടീരിയനേക്കാൾ സെറ്റപ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അല്ല മോനെ ബജരംഗ വെച്ച്, അതിനെ കണ്ടോ? കണ്ടില്ല, ഇതിനെ എടുക്കാൻ പറ്റാനുള്ള സാധനത്തിനാന്ന് പറഞ്ഞു. അപ്പൊ ബജരംഗ പറഞ്ഞടാ പൊട്ടതിനെ എടുക്കാണ്ട് പിന്നെ എങ്ങനെ, ഈ കാണാണ്ട് പിന്നെ എങ്ങനെ പറയാ? അങ്ങനെ ബജരംഗയ്ക്ക് ഒരു നിർബന്ധം, ഈ വൈറസ് എന്ന് പറയുന്ന കണ്ടെത്തിയ സാധനത്തിനെ ഒന്ന് പുറത്തേക്ക് എടുക്കണം. മൂപ്പർ എന്ത് ചെയ്ത് ഈ രോഗം വന്ന ഇലയൊക്കെ പാടെ പറിച്ചെടുത്ത് ഇവാനോസ്കി വെച്ച്, മോനെ ഈ എന്താ ചെയ്യണ? ഇല ഇങ്ങനെ പറിച്ചെടുക്ക അല്ല ഇവാനോസ്കി, ഇത് ഇവിടെ നിർത്തിയാൽ വീണ്ടും അടുത്ത ഇലകളിലേക്കൊക്കെ വ്യാപിക്കുക. അതുകൊണ്ട് നമുക്ക് രോഗം വന്ന ഇലയൊക്കെ ഇങ്ങനെ എന്നിട്ട് ഈ എന്താക്കാ പറിച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് നോക്കട്ടെ ഇതിന്റെ ഉള്ളിൽ നിന്ന് വൈറസിനെ കണ്ടെത്താൻ പറ്റുമോ നോക്കട്ടെ പറഞ്ഞു. ചെക്കൻ എന്ത് ചെയ്ത് ബജറിൻക്ക് എല്ലാ ഇലേനെയും പറിച്ചെടുത്ത് മൂപ്പര് പ്ലാസ്റ്റിക് കവറിലിട്ട് മൂപ്പര് ഒരൊറ്റ പോക്ക്. എന്നാ പിന്നെ ഇന്റെ പോരെ നിക്കണ പ്ലാന്റിന്റെ ഇല മൂപ്പരങ്ങനെ പറിച്ചു പോവാന്ന് പറഞ്ഞ് ഇവാനോസ്കി പുറകെ കൂടി. അങ്ങനെ ബജറിൻക്കന്റെ പോരെ ചെന്നപ്പണ്ട് ബജറിൻക്ക ഈ രോഗം വന്ന വൈറസ് ബാധിച്ച ഇലെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒരു ജ്യൂസ് ആക്കി എടുക്കുക. അപ്പൊ ഇവാനോസ്കി വെച്ച, അല്ല മോനെ ഈ എന്നെ കൊല്ലാനുള്ള പരിപാടി, എന്താ ജ്യൂസ് കലക്കി തരികയാണോ ചോദിച്ചു. എനിക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഒന്നല്ല, ഇത് വേറെ സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് ഈ പറഞ്ഞ ബജറിൻക്കെ ഈ ഇൻഫെക്റ്റഡ് ലീഫിൽ നിന്നൊക്കെ പാടെ ഒരു ഫ്ലൂയിഡിനെ ഉണ്ടാക്കിയെടുത്തു. ആ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വൈറസ് കലർന്ന ആ ലിവിങ് ഫ്ലൂയിഡിനെ ബജറിൻക്ക് ഒരു പേരും വിളിച്ചു. എന്താണ് അഫ്നാനെ? ബജറിൻക്കെ ആ ഉണ്ടാക്കിയെടുത്ത വൈറൽ പാർട്ടിക്കിൾ ഉള്ള അല്ലെങ്കിൽ വൈറസിന്റെ പ്രസൻസ് ഉള്ള ആ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡിനെ വിളിച്ച പേര് പറ. കൊണ്ടാജിയോ? എന്ത് കൊണ്ടാജിയോ? കണ്ടാജിയം വൈവം ഫ്ലൂയിഡം. അങ്ങനെയും വായിക്കാൻ പറ്റും. ഓള് വായിച്ചങ്ങൾ നോക്കണ്ട കേട്ടോ. കണ്ടാജിയം വൈവം ഫ്ലൂയിഡം. അപ്പോ ഇവാനോസ്കി വെച്ച്, അല്ല മോനെ ഈ ഇപ്പൊ എന്താ പറഞ്ഞാന്ന് ചോദിച്ചു. അവ മൂപ്പര് പറഞ്ഞ, എന്റെ മോനതൊക്കെ ഒരു വെറൈറ്റി പേരാടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ എനിക്കറിയാന്ന് ചോദിച്ചു. അതൊന്നുമില്ല, ഈ ഇപ്പൊ ഉണ്ടാക്കിയെടുത്ത ജ്യൂസ് അല്ലേ,
അതിനിപ്പോ ഈ കണ്ടാജിയും വൈബം എന്തിനാ അങ്ങനെ പേര് വിളിച്ചെന്ന് ചോദിച്ചു. ഏടത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ വൈറസ് അല്ലേ, അതിന് വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. അപ്പൊ കണ്ടാജിയും വൈബം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ എന്താ പറയാ, ആ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇവാനോസ്കി നോക്കുമ്പോണ്ട് ബെജറിൻക ഒരു പണി ചെയ്യ, ആ ഫ്ലൂയിഡിന്റെ ഉള്ളിൽ നിന്ന് വൈറസിനെ ചെക്കൻ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് നോക്ക്. അതിൽ ഇവാനോസ്കി ഞെട്ടി. ഓൻ പറഞ്ഞ്, അല്ല ബെജറെ, ഈ ആള് സാറാണല്ലോ, ഞാൻ വിചാരിച്ച് ഈ എനിക്കെന്തോ പണി തരാൻ പോവാ, ജ്യൂസ് ഉണ്ടാക്കി എനിക്ക് തരാൻ പോവാ, അപ്പൊ സംഭവമൊന്നും അല്ലല്ലോ, ഈ അതിന്റെ ഉള്ളിൽ വൈറസിനെ പുറത്തെടുക്കാനുള്ള വെച്ച്. പക്ഷെ ഈ പൊട്ടന്മാരെന്ത് ചെയ്ത്, രണ്ടുപേരും വൈറസിനെ പുറത്തെടുത്തിട്ട് മേലോട്ട് നോക്കിക്ക. അപ്പോഴാണ് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന്. അപ്പൊ ഇവര് ഭയങ്കര പരിപാടി നടത്തിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. ആര്, നമ്മുടെ ബെജറിൻക മറ്റേ ഫ്ലൂയിഡ് എടുത്തിട്ട് അതിനകത്തുനിന്ന് വൈറസിന് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പൊ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ ഞാൻ ചോദിച്ച്, അല്ല രണ്ടുപേരുണ്ടല്ലോ, നിങ്ങളെന്താ പരിപാടി? അപ്പൊ ബലി പറഞ്ഞത്, നമ്മളിങ്ങനെ ഒരു വൈറസിനെ കണ്ടെത്തി, അപ്പൊ ഓനെ ബെജറിൻക പുറത്തേക്ക് എടുത്ത്. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് രണ്ടുപേരും വെള്ളം കുടിച്ചോണ്ട് നിൽക്കുക. ഇതിനെ പഠിക്കാൻ പറ്റുള്ളവർക്ക് വൈറസിനെ കണ്ടെത്തി പുറത്തേക്ക് എടുത്ത് ഒക്കെ സത്യം. അതുകൊണ്ട് അത് പത്ത കാര്യമുള്ളത്, അതിനെ പഠിച്ച് മനുഷ്യന്മാർക്ക് പറഞ്ഞെടുത്താലേ വൈറസിന്റെ സ്ട്രക്ചർ ആവുള്ളൂ. അങ്ങനെ ഞാൻ നോക്കുമ്പോണ്ട് ഈ രണ്ട് മണോളാജന്മാർക്കും അതിനെ പഠിക്കാൻ പറ്റില്ല. ഇവര് വിചാരിച്ചു എനിക്കറിയാം, എനിക്കിത് അറിയില്ല, ഓർക്കറിയില്ലല്ലോ. ഞാൻ ഉടനെ എന്ത് ചെയ്ത് ബെജറിൻകനോട് പറഞ്ഞേ, നമ്മുടെ ഒരാളുണ്ട്, മൂപ്പര് ലേസം തലയിൽ ആൾതാമസമുള്ള ടീമാണ്, എന്നെ പഠിപ്പിച്ച സാറാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ മൂപ്പര് വെച്ച് ബെജറിൻക വെച്ച് അതാരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സാറാണ്. അല്ല എന്റെ സാറാന്ന് പറഞ്ഞാൽ ആ സാറിന്റെ പേര് ഞാൻ പേര് പറയാൻ പോവാണ്, സ്റ്റാൻലി എന്നാണ് മൂപ്പരുടെ പേര്. അങ്ങനെ ഞാന് കുറെ കാലമായിട്ട് മൂപ്പരായിട്ട് വിളിയൊന്നുമില്ലേനു. അപ്പൊ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ബെല്ല മുമ്പിൽ നിന്ന് ഞാൻ സ്റ്റാൻലിനെ വിളിച്ച് നമ്പറൊക്കെ ഡയൽ ചെയ്ത് ഞാൻ തപ്പി പിടിച്ച് വിളിച്ചപ്പോ കറക്റ്റ് സ്റ്റാൻലിന്റെ പെണ്ണുങ്ങളാണ് ഫോൺ എടുത്ത് ഉടനെ സ്റ്റാൻലിക്ക് കൊടുത്ത്. അപ്പൊ ചോദിച്ചു, ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തി, സാറിന്റെ സ്റ്റുഡന്റ് ആണ് ഞാന്, അപ്പൊ എന്താടോ സുഖാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, ഇവിടെ നമ്മൾ വേറൊരു സംഭവം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, സാറിന് വരാൻ പറ്റും ചോദിച്ചു. അപ്പൊ മൂപ്പര് പണ്ടത്തെ പോലെ വയസ്സും പ്രായമൊക്കെ ആക്കി ഡ്രൈവിംഗ് ഒന്നും ചെയ്യാൻ പറ്റും. എന്നാ കുഴപ്പമില്ല സാറേ, ഞങ്ങൾ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ജ്യൂസ് എടുത്ത് അങ്ങോട്ട് പോരേക്ക്, ആര് സ്റ്റാൻലിന്റെ പോരേക്ക്. അങ്ങനെ സ്റ്റാൻലി ഇതിനെടുത്ത് പഠിച്ച് മൂപ്പർ ഈ വൈറസിന്റെ സ്ട്രക്ചർ ശരിക്കെടുത്ത് പഠിച്ച് അവസാനം പോയ എന്നെ അടക്കം 3-4 മണിക്കൂർ അവിടെ പിടിച്ചിരുത്തിയിട്ട് മൂപ്പര് കുറേ ഇന്റർനാഷണൽ കാര്യങ്ങളായിട്ട് പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞില്ല മൂപ്പർക്ക് ലേസം വിവരമുള്ള മനുഷ്യനാണ്. മൂപ്പരിനോട് ആദ്യം തന്നെ പറയാ, എടോ ഈ വൈറസ് എന്ന് പറഞ്ഞാല് ഒരു ബയോളജിക്കൽ പസിൽസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടേനല്ലോ, അതൊക്കെ നിങ്ങൾ നിങ്ങൾ കേട്ടല്ല, ഞാൻ തന്നെ പറയാന്നാണ്. അപ്പോഴാണ് ഞാൻ അറിയാം ഈ മനുഷ്യൻ ആദ്യം പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് നിങ്ങൾ പറഞ്ഞത് ഓല് ജീവനുള്ളവയിൽ മാത്രം ആക്റ്റീവും ജീവനില്ലാത്ത വസ്തുക്കളിൽ വൈറസ് ഇനാക്റ്റീവ് ആയതുകൊണ്ടല്ലേ ചോദിച്ചു. അതുകൊണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പര് പറഞ്ഞ്, എനിക്കറിയോ സ്റ്റാൻലി എന്നോട് പറയാ, ഇവലോട് രണ്ടിനോട് സ്റ്റാൻലിക്ക് വലിയ ഡിമാൻഡ് ഇല്ല. കാരണം എന്താ വെച്ചാല് എന്നെ പഠിപ്പിച്ച് എന്റെ സാറാണല്ലോ സ്റ്റാൻലി. അപ്പൊ സ്റ്റാൻലി സാർ എന്നോടാണ് വലിയ താല്പര്യത്തിൽ പറയാട്ടോ. അപ്പൊ മൂപ്പർ എന്നോട് പറഞ്ഞ്, ഈ വൈറസ് എന്ന് പറഞ്ഞാല് അസെല്ലുലാർ ഓർഗാൻ. ഞാൻ പറഞ്ഞ്, നിങ്ങൾ അങ്ങനെ പറയാൻ ചോദിച്ചു. എന്റെ ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ മൂപ്പരക്കളെ. പക്ഷെ ബെജറിൻക ഇവാനോസ്കി എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ തലയില് തളക്കാനായിട്ട് നടക്കുന്ന ടീം. അതുകൊണ്ട് ഓർക്ക് സ്റ്റാൻലി സാറിന് അത്ര പിടിച്ചില്ല. പക്ഷെ എനിക്ക് എന്ത് ചോദിക്കാം, ഞാൻ അപ്പൊ എന്ത് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ സാറാണ് എന്തെങ്കിലും അസെല്ലുലാർ ഓർഗാനിസം എന്ന വൈറസിനെ വിളിച്ചാൽ ആദ്യം നിങ്ങൾ വിളിച്ച് ബയോളജിക്കൽ പസിൽസ്, പിന്നെ നിങ്ങൾ വിളിക്കുക അസെല്ലുലാർ ഓർഗാനിസം എന്നാണല്ലോ വെച്ച്. അപ്പൊ മൂപ്പരിനോട് പറയാം, എടോ വൈറസിന് സെല്ലില്ല. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്ക് സെല്ലുണ്ട് എന്നാണല്ലോ ഞാൻ പഠിക്കുക. നിന്റെ ഓരോ സംശയമായിട്ട് ചോദിക്കുക. അപ്പൊ മൂപ്പര് പറയാം, ഈ പഠിച്ച തെറ്റാ, വൈറസിന് മാത്രം സെല്ലുകൾ കൊണ്ടല്ല ഓല് നിർമ്മിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, വൈറസിന് സെല്ലില്ല പിന്നെ എന്ത് കൊണ്ടുള്ളത്? മൂപ്പരിനോട് പറയാ, വൈറസിന് സെല്ലുകൾക്ക് പകരം പ്രോട്ടീൻ യൂണിറ്റുകളാണെന്ന്. അപ്പൊ ചോദിച്ച്, ഇതാണോ സ്റ്റാൻലി സാറെ നിങ്ങൾ വരച്ചു തന്ന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വരച്ചു തന്ന
ടുബാക്കോ മൊസൈക്ക് വൈറസ്. ഇതെന്താ ഇങ്ങനെ ബലൂൺ വീർത്ത് കിടക്കണ പോലെ ഇങ്ങനെ കിടക്കുക, കുറെ സാധനം ഉണ്ടല്ലോ. അതല്ലേ മോനെ എന്നോട് ഞാൻ പറഞ്ഞത്, വൈറസിന്റെ പ്രോട്ടീൻ കോട്ട് എന്ന് പറഞ്ഞ ക്യാപ്സോമർ. ഓ, ഈ ഓരോ ബലൂൺ വീർത്ത് കിടക്കണ സാധനത്തിന് പറഞ്ഞ പേരാ ക്യാപ്സോമർ. അപ്പൊ ഈ ക്യാപ്സോമർ എല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഈ പറയുന്ന ക്യാപ്സിഡ് എന്ന് പറയുന്ന സാധനമാവുന്നത് അല്ലേ. അപ്പൊ നോക്ക്, ഇപ്പൊ വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേര് ക്യാപ്സിഡും അതിലെ ഓരോ പ്രോട്ടീൻ യൂണിറ്റുകൾക്ക് പറയുന്ന പേര് ക്യാപ്സോമർ എന്നുമാണ്. അപ്പൊ ഞാൻ ചോദിച്ച്, ഇതെന്താ സ്റ്റാലി സാർ ഇങ്ങനെ ചുമന്നിങ്ങനെ മാലിട്ട് വെച്ചേക്കണ മുത്തുമാല പോലെ? ഹേയ്, അത് മുത്തുമാല നല്ല ചക്ക, അത് നമ്മുടെ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഞാൻ ചോദിച്ച്, അല്ല സാറേ, വൈറസിന് അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടോ? പിന്നെ എന്ത് അതില്ലാണ്ട് പിന്നെ ഓല എങ്ങനെ അത് ശരി. അപ്പൊ ഞാൻ ചോദിച്ച്, പ്ലാന്റിനെ ആക്രമിക്കുന്ന വൈറസുകളും ആനിമൽസിനെ ആക്രമിക്കുന്ന വൈറസുകളും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ശരിയാണോ ചോദിച്ചു. നിന്റെ ഓരോ സംശയം. അപ്പൊ ഞാൻ ചോദിക്കണതിന് മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല, ഇവല് ചോദിക്കൂല, ഇവലൊന്നും കൊണ്ടുപോയില്ല. ആര്? നമ്മുടെ ചെക്കന്മാരെ ഇവാനോസ്കിയും ബജറ്റ്. അപ്പൊ ഞാനാണ് ഇങ്ങനെ സംശയം ചോദിക്കുക. അപ്പൊ മൂപ്പർ എന്നോട് പറയാ, സ്റ്റാൻലി സാറ്, എന്റെ മോനെ, പ്ലാന്റിൽ ആക്രമിക്കുന്ന വൈറസ് എന്ന് പറഞ്ഞാല് യെല്ലോ മൊസൈക്ക് വൈറസ്, ടുബാക്കോ മൊസൈക്ക് വൈറസ്, അങ്ങനെ പോകും. അപ്പൊ ചോദിച്ച്, ഈ പ്ലാന്റിൽ ആക്രമിക്കുന്ന വൈറസും ആനിമൽസിൽ ആക്രമിക്കുന്ന വൈറസും വേറെ വേറെ ആണെന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പർ എന്നോട് പറഞ്ഞു, അത് വേറെ വേറെ ആണ്. ഒരിക്കലും പ്ലാന്റിനെ ആക്രമിക്കുന്ന വൈറസ് മനുഷ്യന്മാരിൽ കയറി ആക്രമിക്കും. അപ്പൊ ചോദിച്ച്, മനുഷ്യന്മാരിൽ വൈറസ് വരുമോ, ആക്രമിക്കോ? അപ്പോഴാണ് മൂപ്പരെന്നോട് പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയത്. എല്ലാരും നോക്ക്, എന്റെ പടുള്ള ഫഹ്മദ സെറിൻ എന്ന് പറഞ്ഞ ഒരു പാവം പിഞ്ചു കുഞ്ഞ്, ഓക്കും മംസ മുണ്ടിനീര്. ഇപ്പോഴല്ല എനിക്കറിയാം വൈറസിന്റെ പണി കൊടുത്താന്ന്. ഇവിടെയുള്ള ശാന്തേച്ചി കിടപ്പി കിടക്ക, രോഗമുണ്ട്, വയസ്സായി, സ്മോൾ പോക്സ്. അന്ന് ഞാൻ ആയമ്മേന്റെ ഫോട്ടോ എടുത്തതാ നോക്ക്. പിന്നെ ഇവിടെയുള്ള കത്രീന മാഡം, 36 ഹെർപ്പസ് എന്ന് പറഞ്ഞ രോഗ. ഇവിടെയുള്ള ശശാങ്കേട്ടൻ നോക്ക്, എന്നും തുമ്മി നടക്കണാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി പരിശോധിക്ക്. മൂപ്പർ ഇന്നലെ എന്നെ കണ്ടോ പറയാ, വൈറസ് എനിക്ക് പണി തന്നതാ, ഇൻഫ്ലുവൻസ ആണ്. പിന്നെ ഇവിടെ ഉള്ള ഒരു ശരവണം എന്ന് പറഞ്ഞ ഒരു പുള്ളിണ്ട് കേട്ടോ, മൂപ്പർക്ക് ഇന്നലെ ഞാൻ അറിഞ്ഞ് എന്തോ വൈറസ് രോഗമായ എയ്ഡ്സ് ആണ്. ഞാൻ ഇപ്പോഴല്ല അറിയാ, ഇതൊക്കെ വൈറസ് വരുത്തിച്ച മനുഷ്യന്മാരിലെ ജന്തുക്കളിൽ വരുത്തിച്ച രോഗാന്ന്. എന്തോ ഒരു കഷ്ടാ നോക്ക്. അങ്ങനെ ഞാൻ ഈ സ്റ്റാൻലി സാറിനോട് ചോദിച്ച്, അപ്പോ മിക്ക വൈറസിന്റെയും ജനറ്റിക് മെറ്റീരിയൽ അപ്പൊ എന്താ സാറേ? അപ്പൊ മൂപ്പര് പറഞ്ഞു, ഒറ്റ സ്ട്രാൻഡുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് സാധാരണ വൈറസിന് കാണാം. അതിനാൽ ചില ആനിമൽ വൈറസില് ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് RNAക്ക് പകരം ഡബിൾ സ്റ്റാൻഡേർഡ് RNA അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഒക്കെ കാണാന്ന് പറഞ്ഞു. ശരി. അപ്പൊ 90% വൈറസിലും സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണോ ജനറ്റിക് മെറ്റീരിയൽ? ഞാൻ ചോദിച്ചു. അങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ ഇതാണോ ഈ ടുബാക്കോ മൊസൈക്ക് വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചുമന്ന സാധനം? അപ്പൊ ഞാൻ ഇങ്ങനെ ചുമപ്പ് കളറിൽ കാണുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അതൊന്നുമില്ല, അത് എനിക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒരു കളർ കൊടുത്ത. ശരി. അപ്പോ ഇതാണ് ജനറ്റിക് മെറ്റീരിയൽ ആയ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA അല്ലെ. ഇതാണ് പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്ന ക്യാപ്സിഡ്. ഈ ക്യാപ്സിഡിലെ ഓരോ സ്ട്രക്ചറിനെയും ക്യാപ്സോമർ എന്ന് പറയും. എനിക്കിനി അടുത്ത സംശയം എന്താ വെച്ചാല്, ഞാൻ ചോദിച്ച്, ഈ മനുഷ്യന്മാരിൽ വൈറസ്, ഇപ്പൊ കൊറോണ ഒക്കെ വൈറസ് ആണല്ലോ, കൊറോണ, നിപ്പൊക്കെ വൈറസ് ആണല്ലോ ഒക്കെ ചോദിച്ച്. എന്റെ ഓരോ സംശയ. അപ്പൊ ഞാൻ ചോദിച്ച്, ഈ കൊറോണ ഒക്കെ വന്നാല് മനുഷ്യന്മാര് ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവൂലേ? ചിലപ്പോ നാളൊക്കെ ആൾക്കാർ മരിച്ചു പോകുന്ന, നാളല്ല എപ്പോഴും മരിച്ചു പോകണ്ടെന്നാല്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പ്ലാന്റില്, എന്റെ ഓരോ സംശയമാണേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പ്ലാന്റിൽ വൈറസ് കേറിയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ഇങ്ങനെ പനിയും ജലദോഷമൊക്കെ കാട്ടുമോന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് എല്ലാരും കാണും ഒരിത്ത ചിരി. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ലാത്തോണ്ട് ഞാൻ ചോദിക്കണാണ്. നിങ്ങൾ ഇങ്ങനെ എന്നോട് എന്താ പറയാ കളിയാക്കാണെ ഞാൻ ചോദിക്കില്ലാതാണ്. കാരണം എന്നിങ്ങനെ കളിയാക്കണം എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ നമ്മൾ ഓരോ അറിവില്ലാതെ നമ്മൾ അറിവ് ഇങ്ങനെ ചോദിക്കാണല്ലോ. അപ്പൊ മൂപ്പരോട് ഞാൻ ചോദിച്ചു, പ്ലാന്റിന് പനിയും ജലദോഷമൊക്കെ വരുമോ ചോദിച്ചപ്പോ മൂപ്പര് ചിരിക്കുക. അതെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ നോക്കുമ്പോ എന്റെ ചോദ്യം കേട്ട് ഇവാനോസ്കിയും ബജറൻകയും കൂടെ ചിരിക്കണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു,
അങ്ങനെ നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചോദിക്കൂലൊന്നും. കാരണം നിങ്ങളല്ല എന്നെ കളിയാക്കാണ്, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കണത്? അപ്പൊ ഉണ്ട് സ്റ്റാൻലി സാറ് എന്നോട് പറയാ, അല്ലടോ ചിരിച്ചൊന്നല്ല, എന്റെ നിഷ്കളങ്കമായ. ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എന്തിനാ ചിരിച്ചത്? അവസാനം എന്നോട് മൂപ്പര് പറയാ, വൈറസ് പ്ലാന്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും കാട്ടൂല മോനെ. ഞാൻ ആശ്വസിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് പറയാൻ പറഞ്ഞു, നിങ്ങൾ ചിരിച്ച ശരിയായില്ല, എന്നാലും ഞാൻ ചോദിച്ചതിന്, ഞാൻ ഇപ്പൊ ചോദിച്ചോണ്ടല്ലോ നിങ്ങൾ ഇതൊക്കെ പറയാ, ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. എന്നിട്ട് മൂപ്പര് എന്നോട് പറയാ, പ്ലാന്റിൽ ഇജാതി രോഗങ്ങളൊക്കെ വൈറസ് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് കാണിക്കുന്ന സിംറ്റംസ് മൊസൈക്ക് ഫോർമേഷൻ, ലീഫ് റോട്ട്. അഫ്നാനെ, എന്തൊക്കെ എന്നോട് സ്റ്റാൻലി പറഞ്ഞു തന്ന സിംറ്റംസ് ഒന്ന് വായിച്ചാ പറഞ്ഞോളി, ഓരോന്ന് വായിച്ചോ. പ്ലാന്റില് വൈറൽ സിംറ്റംസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഏതൊക്കെ അഫ്നാൻ വായിച്ച? ഒന്ന് മൊസൈക്ക് ഫോർമേഷൻ, രണ്ടേതാ? അമാൻ വായിക്കടാ, ഏതൊക്കെയാണ് വൈറൽ സിംറ്റംസ്? ഏതൊക്കെയാ വായിച്ചേ? mosaic formation, leaf rot and yellowing and vein clearing, dwarfing and stemmed growth. എന്താ ഈ മൊസൈക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇല മുഴുവൻ പുള്ളിക്കുത്ത് രോഗാവും. ലീഫ് റോളിംഗ് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇല ഇങ്ങനെ ചുരുണ്ടു പോവുക. ആ രോഗം വന്നിട്ടേ പിന്നെ പച്ച കളർ മുഴുവൻ നഷ്ടപ്പെട്ട് യെല്ലോയിസം വരും. പിന്നെ എന്ത് ചെയ്യും? ഇലയിലെ അറ്റങ്ങള്, അതിന്റെ ടിപ്പ് ഇങ്ങനെ ഉണങ്ങി വരും. അതിനാണ് വെയിൻ ക്ലിയറിംഗ് എന്ന് പറയുക. എന്നിട്ട് നോക്ക്, ആ പ്ലാന്റ് വളർച്ച ഇങ്ങനെ മുരടിച്ച് വരിക കണ്ടോ, പൊക്കം വെക്കാണ്ട്. അതിനാണ് ഡ്വാർഫിക് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്ന് പറയാം. അപ്പൊ ഞാൻ ചോദിച്ച്, ഇത്രേ ലക്ഷണങ്ങൾ പ്ലാന്റ് കാണിക്കൂലേ? ഇത്രേ ലക്ഷണങ്ങൾ കാണിക്കൂന്ന് പറഞ്ഞു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വൈറസ് എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കണ പോലെ നല്ല. നിങ്ങൾ നോക്ക്, ഇതാണ് നമ്മളെ ചെക്കൻ. ആര്? കൊറോണ വൈറസിന് കണ്ടില്ലാന്നൊന്നും വേണ്ടട്ടോ, എല്ലാരും നോക്ക്. ഇതാണ് ഹെർപ്പസ് വൈറസ്, ഇൻഫ്ലുവൻസ വൈറസ്. അപ്പൊ വൈറസിന്റെ കഥയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓരോരുത്തര് പറയാ. നമ്മുടെ വിനായക ആദ്യമായിട്ട് വൈറസിനെ കണ്ടെത്തിയത് ഇവാനോസ്കി ആണോ ബെജറിൻകെ ആണോ? ഇവാനോസ്കി. ഓക്കെ. ഉസൈറെ, അങ്ങനെയാണെങ്കിൽ ഉസൈറെ, വൈറസിനെ ആദ്യമായിട്ട് കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്ന് പറയുന്ന ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡിലൂടെ പുറത്തേക്ക് എടുത്തത് ആരാ? ബെജറിൻകെ, മൃക്കൻ. അങ്ങനെയാണ് റിയെ, വൈറസിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിച്ച എന്റെ സാറിന്റെ പേര് പറ. റിയയുടെ ഓളെ ഞാൻ സ്റ്റാൻലി. റമീസ് പറഞ്ഞു, വൈറസ് എന്ന് പറയുന്നത് ജീവനുള്ളവയിൽ മാത്രം ജീവിക്കുകയും ജീവനില്ലാത്തവയിൽ ഇനാക്റ്റീവ് ആവുകയും ചെയ്യുന്നതുകൊണ്ട് അതിനെ ബയോളജിക്കൽ പസിൽസ് എന്നാണോ അസെല്ലുലാർ ഓർഗാനിസം എന്നാണോ വിളിക്കുക? ബയോളജിക്കൽ പസിൽസ്. അങ്ങനെയാണെങ്കിൽ വൈറസിന് സെല്ലുകളില്ല, സെല്ലുകൾക്ക് പകരം പ്രോട്ടീൻ കോട്ടാണ്. ഈ പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേരെന്താ റികാസെ? പ്രോട്ടീൻ ക്യാപ്സിഡ്. മിക്ക വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആണോ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആണോ? സാനി ഏതാണ് മിക്ക വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണോ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണോ? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട വൈറസ് യെല്ലോ മൊസൈക്ക് വൈറസ് ആണോ ടുബാക്കോ മൊസൈക്ക് വൈറസ് ആണോ? ഏതാണ് ലോകത്ത് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട വൈറസ്? ടുബാക്കോ മൊസൈക്ക് വൈറസ് ആണോ യെല്ലോ മൊസൈക്ക് വൈറസ് ആണോ? ടൊബാക്കോ മൊസൈക്ക് വൈറസ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മനുഷ്യന്മാരില് വൈറസ് വരുത്തുന്ന കുറച്ച് രോഗത്തിന്റെ പേര് പറഞ്ഞ ഫാത്തിയെ. നിത പറ, പ്ലാന്റിൽ വരുത്തി വെക്കണ രോഗങ്ങൾ എന്തൊക്കെയാ? യെല്ലോ മൊസൈക്ക് വൈറസും ടുബാക്കോ മൊസൈക്ക് വൈറസും. പ്ലാന്റിൽ വൈറസ് രോഗം വരുത്തുമ്പോൾ എന്തൊക്കെ സിംറ്റം ആണ് കാണാൻ പറ്റുക? മൊസൈക്ക് ഫോർമേഷൻ, ലീഫ് റോളിംഗ്, കർവിംഗ്, യെല്ലോയിങ് ആൻഡ് ഗ്രീനിങ്. മതി. നമുക്ക് ശ്രദ്ധിച്ചോ, ക്ലാസ്സിൽ ഇരിക്കണ്ടോന്ന് അറിയാൻ മറന്നാ മതി. എല്ലാരും ഇങ്ങനെ എല്ലാം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നോക്ക്, നാളെ ഞാൻ നോക്കുമ്പോണ്ട് ഒരു വൈറസിന്റെ മുമ്പിൽ കൂടെ പെട്ടെന്ന് അങ്ങനെ പോവാ. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് ഓനോട് വെച്ച്
അപ്പൊ ഓനെ കണ്ടിട്ട് എനിക്കാണെ വൈറസിനെ പോലെ തോന്നണില്ല. ഓന് വേറെ എന്തൊക്കെ രൂപങ്ങളാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ മുമ്പിൽ ഇങ്ങനെ നിക്ക എന്നെ കണ്ടപ്പോ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പർ എന്നോട് പറയാ ഞാനൊരു വൈറസാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്കെന്താ ഇങ്ങനത്തെ കോലം? അപ്പൊ മൂപ്പർ എന്നോട് പറയാണ്, ഞാന് വൈറസ് ഒക്കെ ആണെങ്കിലും മനുഷ്യന്മാരൊന്നും ഞാന് രോഗം വരുത്തൂല. അപ്പൊ ചോദിച്ചാ നിങ്ങൾ പിന്നെ ആർക്ക് പണി കൊടുക്കുക? ഓൻ പറയാണ് ബാക്ടീരിയനെ മാത്രമേ ഞങ്ങൾ ആക്രമിക്കുള്ളൂ. അപ്പോൾ എനിക്കൊരു പൂതി, ഇവരെ വൈറസ് എന്നല്ല വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ദ വൈറസ് വിച്ച് ഇൻഫെക്ട് ദ ബാക്ടീരിയം ഈസ് കോൾഡ് ബാക്ടീരിയോഫേജ് എന്ന് വിളിക്കണം. ഇത് എല്ലാവരും കണ്ടോ? ബാക്ടീരിയോഫേജിന്റെ ചിത്രം കണ്ടോ? അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയോഫേജിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട് ഉസൈറ നോക്ക്. ഒരു എക്സഗണൽ ഷേപ്പിലുള്ള എന്താ നീ കാണുന്നത്? ഇതെന്താ? ഹെഡ്. അതിന്റെ താഴെ എന്തുണ്ട്? കോളർ. കോളർ ഉണ്ട്. പിന്നെ അതിന്റെ താഴെ എന്തുണ്ട്? ഷീത്ത് ഉണ്ട്. അതിന്റെ അറ്റാച്ചിങ് ഓർഗൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഏതാ? ടെയിൽ ഫൈബേഴ്സ്. അടുത്തത് മൂന്നാല് ആൾക്കാരെ ഒരു പണിയില്ലാത്ത കാരണം പുരയിലിരുന്ന് ബോറടിച്ചപ്പോ മൂപ്പര് മുദ്രാവാക്യൊക്കെ വിളിച്ച് പോവാ. അതാണ് നിങ്ങളോട് പഠിക്കാൻ പറയുന്നത്. കാരണം എന്താ, സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ നടക്കാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അറിവ് നേടണം. അറിവ് നേടി നമുക്ക് അല്ലേ? അപ്പോ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ വൈറസ് വിച്ച് ഇൻഫെക്ട് ദ ബാക്ടീരിയം ഈസ് കോൾഡ് ബാക്ടീരിയോഫേജ്. ആ ബാക്ടീരിയോഫേജിന് ഉസൈർ പറഞ്ഞു ഹെഡ് ഉണ്ട്, കോളർ ഉണ്ട്, ഷീത്ത് ഉണ്ടെന്ന്. എന്നിട്ട് പിന്നെ എന്താ ഉസൈർ പറഞ്ഞേ? ഈ പറയുന്ന ബാക്ടീരിയോഫേജിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇത് വൈറസ് അല്ല, അപ്പൊ ശരിക്കും സിംഗിൾ സ്റ്റാൻഡേർഡ് RNA അല്ലേ വരേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, ചില വൈറസിന് എന്തുണ്ട്? ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNAയും ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുണ്ട്. അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA കാണുന്ന വൈറസുകൾക്ക് പറയുന്ന പേരാണെന്ത്? എന്ത് പറയാ? ഈ പറഞ്ഞ ബാക്ടീരിയോഫേജ് എന്ന് പറയാം. അപ്പൊ എല്ലാവരും എഴുതി വെച്ചോ. വൈറസ്, വൈറോയിഡ്, പ്രയോൺസ്, ലൈക്കൻസ് എന്ന് എഴുതി വെക്ക്. എന്നിട്ട് എഴുതുക, വൈറസ് വാസ് ഡിസ്കവേർഡ് ബൈ Ivanovsky. Virus was discovered by Ivanovsky. അടുത്ത പോയിന്റ്, firstly discovered virus is firstly discovered virus is tobacco mosaic virus disease. Tobacco mosaic viral disease. എന്താ എഴുതി വെച്ചത്? ഫസ്റ്റ്ലി ഡിസ്കവേർഡ് വൈറസ് ഈസ് ടുബാക്കോ മൊസൈക്ക് വൈറസ്. അടുത്ത പോയിന്റ്, ബെജറിൻ കെ. റിഗാസെ, ബെജറിൻ കെ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ സ്പെല്ലിംഗ് നീ കണ്ടോ? സ്ക്രീനിൽ കാണുന്നുണ്ടോടാ? റിഗാ, സ്പെല്ലിംഗ് തെറ്റരുത്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഈ ഫസ്റ്റ് നിങ്ങളുടെ സീനിയേഴ്സിന്റെ പരീക്ഷ നടത്തിയപ്പോ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഒക്കെ കിട്ടിയിട്ടുണ്ട് കുറെ കുട്ടികൾക്ക്. പക്ഷെ ഇപ്പൊ +1 മോഡൽ പരീക്ഷ നടത്തി പേപ്പർ കൊടുത്തപ്പോ ഉണ്ട് ഈ A+കാർ ഇവരൊക്കെ വിചാരിച്ച് ഓൺലൈൻ ക്ലാസ്സില് നമ്മൾ ഈ നമ്മൾ ഈ TV സിനിമ കാണുന്ന പോലെ അല്ല, യൂട്യൂബില് നമ്മള് മല്ലു എക്സ്പ്ലെയിനറിലൂടെ സിനിമ കാണുന്നത് പോലെ
ഇതൊക്കെ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടുന്ന. പക്ഷെ എന്താ സംഭവം എന്നറിയോ? ഒറ്റ കുട്ടികളുടെ സ്പെല്ലിംഗ് ഒന്നും ഇല്ല. സ്പെല്ലിംഗ് ഇല്ലാത്തവർക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ബെജറിൻ കെക്ക് പകരം ബേജാർ നെയ്ച്ചാലോ മാർക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ബെജറിൻ കെ, അപ്പൊ സയന്റിഫിക് ടേംസുകളും സ്പെല്ലിങ്ങുകളും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബെജറിൻ കെ extracted virus. Sir, ആ the connection button പോയി. അപ്പൊ ഇതുവരെ എന്താ എഴുതിയത്? കുറെ എഴുതിയോ? ഇല്ല, 2 സെന്റൻസ്. രണ്ടാമത്തെ സെന്റൻസ് തുടങ്ങിയതേ ഉള്ളൂ. ആദ്യത്തെ സെന്റൻസ് വൈറസ് വാസ് ഡിസ്കവേർഡ് ബൈ ഇവാനോസ്കി എന്ന് എഴുതി. രണ്ടാമത്തെ സെന്റൻസ് എന്താ എഴുതിയെന്നറിയോ? ഫസ്റ്റ്ലി ഡിസ്കവേർഡ് വൈറസ് ടുബാക്കോ മൊസൈക്ക് വൈറസ് എന്ന് എഴുതി. മൂന്നാമത്തെ സെന്റൻസ് ബെജറിൻ കെ എക്സ്ട്രാക്റ്റഡ്, അത് എഴുതിക്കോ. ബെജറിൻ കെ എക്സ്ട്രാക്റ്റഡ് വൈറസ് ആസ് എ ഫ്ലൂയിഡ് കോൾഡ്. ബെജറിൻ, ഒന്ന് മ്യൂട്ട് ആക്കുവോ? ബെജറിൻ കെ എക്സ്ട്രാക്റ്റഡ് വൈറസ് ആസ് എ ഫ്ലൂയിഡ്. ബെജറിൻ കെ എക്സ്ട്രാക്റ്റഡ് വൈറസ് ആസ് എ ഫ്ലൂയിഡ് കോൾഡ് കണ്ടാജിയം വൈവം ഫ്ലൂയിഡം. കണ്ടാജിയം വൈവം ഫ്ലൂയിഡത്തിന്റെ ബ്രാക്കറ്റിൽ എഴുതുക ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ്. infectious living fluid. Infectious living fluid. എഴുതിയോ റിയ? കണ്ടാജിയം വൈവം ഫ്ലൂയിഡും ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡും എഴുതിയായിരുന്നോ? എഴുതി. അടുത്ത പോയിന്റ്. ഒരു കാര്യം ഞാൻ പറയാണേ, നിർബന്ധമായിട്ടും ഇതൊന്നും ഇത് നോക്ക്. ഈ റെക്കഗ്നൈസസ് ആയിട്ട് മൈക്രോ ദാറ്റ് കോസ് മൊസൈക് ഡിസീസ് ദേ വേർ സ്മോളർ ദാൻ ബാക്ടീരിയ വിച്ച്, ഇതൊന്നും ഇങ്ങനെ ഇതിനേക്കാളും ഇരട്ടി സെന്റൻസുകളായിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് മനസ്സിലാകാനായിട്ട് ഏറ്റവും നല്ല വഴി ടീച്ചേഴ്സ് തരുന്ന ലെക്ചർ നോട്ട്സുകളാണ്. അതാദ്യം പഠിക്കണം, നിർബന്ധമുള്ള കാര്യം. അത് തന്നെ പഠിച്ചാൽ മതി. എന്നിട്ട് പിന്നെ ഡയഗ്രങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഇതിന്റെ PDF ഞാൻ അയച്ചു തരുന്നത്. അപ്പൊ ആ PDF എന്തുണ്ടാവും? ബാക്ടീരിയോഫേജിന്റെ ചിത്രമുണ്ട്, വൈറസിന്റെ ചിത്രമുണ്ട്, അതൊക്കെ വെച്ച് പഠിക്കണം. ഓക്കെ. പക്ഷെ നേരിട്ട് PDF നേരിട്ട് ടെക്സ്റ്റ് ബുക്കിലേക്കോ പോയ കുട്ടികൾ മുഴുവനും കിടന്ന് കരയുക. സാർ ഞങ്ങൾ എന്താ ചെയ്യുക? പരീക്ഷ എഴുതാം. അവൻ പരീക്ഷ എഴുതുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതണ്ട. കാരണം എന്താ? നോട്ട് ഇതുപോലെ കൊടുത്ത് പഠിച്ചപ്പോ അവരെന്ത് ചെയ്തു? 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഗെയിം കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ അവരടുത്ത ഗെയിം കളിക്കാൻ വേണ്ടി ലെഫ്റ്റ് അടിച്ച് പോയി. ഇനിയിപ്പോ ഗെയിം കളിച്ച കാര്യങ്ങളൊക്കെ ഉത്തരപേപ്പറിൽ എഴുതി വെക്കുക. അടുത്ത പോയിന്റ് എഴുതി വെച്ചോ. സ്റ്റാൻലി സ്റ്റഡീഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് വൈറസ്. അടുത്ത പോയിന്റ്, viruses are സാർ അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യൂ. സ്റ്റാൻലി സ്റ്റഡീഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് വൈറസ്. വൈറസിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിച്ചത് സ്റ്റാൻലി ആണ്. സ്റ്റാൻലി സ്റ്റഡീഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് വൈറസ്. അടുത്ത പോയിന്റ് എഴുതിക്കോ. വൈറസസ് ആർ ബയോളജിക്കൽ പസിൽസ്. Viruses are biological puzzles. പസിൽസിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുത്തേ നിതേ. പസിൽസിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. Yes, sir. PUZZLES. PUZZLES. Biological puzzles because viruses are living.
viruses are living only in the living host, HOST. Viruses are living only in the living host, LIVING, living host, HOST. At the point, viruses do not have cell. Virus do not have cell. Viruses do not have cell, but they have no protein codes. But they have a protein coat. They have a protein coat. But they have a protein coat. Sir, ആ സെന്റൻസ് ഒന്നുകൂടി പറയോ? Viruses do not have cell. അവയ്ക്ക് സെല്ലില്ല. പക്ഷെ അവർക്ക് എന്തുണ്ട്? They have a protein coat. ന്റെ ബ്രാക്കറ്റിൽ എന്താണ് പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേര്? റികാസ് പറഞ്ഞേ. എടാ വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേരെന്നാ റികാസെ? ക്യാപ്സിഡ്. ആ ബ്രാക്കറ്റിൽ പ്രോട്ടീൻ കോട്ടിന് പറയുന്ന പേര് എഴുതി വെച്ചോ, ക്യാപ്സിഡ് എന്ന്. ക്യാപ്സിഡ്. സ്ക്രീനിൽ നോക്കി എഴുതണം കേട്ടോ, സ്ക്രീനിൽ നോക്കി എഴുതണേ എല്ലാവരും. പിന്നെ നോട്ട് എഴുതാത്തവര് ഞാന് PDF 2 വട്ടം എഴുതിപ്പിക്കും. അങ്ങനെയാണ് സുബർ സാർ പറഞ്ഞേക്കുന്നത്. 2 വട്ടം നോട്ട് എഴുതാൻ പറഞ്ഞാൽ മതി സാറിനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറയുന്ന നോട്ട് എഴുതാതിരിക്കാം. അങ്ങനെ നോട്ട് എഴുതാതിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? ഞാൻ തരുന്ന ഈ ചാപ്റ്റർ കഴിയുമ്പോൾ തരുന്ന PDF 2 വട്ടം എഴുതി എനിക്ക് സബ്മിറ്റ് ചെയ്യണം. എന്താടാ പറ, ഡൗട്ട് പറ. Viruses do not have പറഞ്ഞില്ലേ? അത് ഫുള്ള് കേട്ടില്ലേ? ആ വൈറസസ് ഡു നോട്ട് ഹാവ് സെല്ല്. വൈറസിന് സെല്ലില്ല, ഓക്കേ. പക്ഷെ അവർക്ക് എന്തുണ്ട്? ബട്ട് ദേ ഹാവ് പ്രോട്ടീൻ കോട്ട്. പ്രോട്ടീൻ കോട്ട് ബ്രാക്കറ്റിൽ ക്യാപ്സിഡ്. അവർക്ക് പ്രോട്ടീൻ കോട്ട് ഉണ്ട്, ക്യാപ്സിഡ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഇത് എഴുത്. സ്മോൾ യൂണിറ്റ് ഓഫ് ക്യാപ്സിഡ് ഈസ് small unit of capsid is called capsomer. Small unit of capsid is called capsomer. At the point, most of the plant viruses have most of the plant viruses have genetic material is ഉസൈറെ എന്താണ് മിക്ക വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്? പറഞ്ഞേ. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് വൈറസസ് ഹാവ് ജനറ്റിക് മെറ്റീരിയൽ ഈസ്. എന്താണ് ലോകത്തിലുള്ള മിക്ക പ്ലാന്റ് വൈറസിന്റെ അല്ലെ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണോ, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണോ? സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA അല്ല, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. Most of the plant viruses have genetic material is single stranded RNA. സ്ക്രീനിലേക്ക് നോക്കിയേ, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. എന്നാല് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA കൂടാണ്ട് വിനായകെ വേറെ ഏതൊക്കെ ജനറ്റിക് മെറ്റീരിയലും കൂടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞേ? ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ഓക്കെ, എഴുതി വെച്ചോ. ബട്ട് സം വൈറസസ് ഹാവ് genetic material called single or double stranded RNA. Single or double stranded RNA
സ്ക്രീൻ കാണുന്നുണ്ടോ റിയേ? റിയേ സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് RNA or double stranded DNA. Single or double stranded RNA or double stranded DNA. Double stranded DNA. Sir, double stranded RNA or The single or double stranded RNA or നീ തന്നെ വായിക്ക്. Single or double stranded RNA or വായിക്കടാ. സിംഗിൾ മിക്ക വൈറസിനും സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഇനി എക്സാമ്പിൾ ഓഫ് പ്ലാന്റ് വൈറസ് എന്നെഴുത്. എന്നിട്ട് എക്സാമ്പിൾ എഴുതിക്കോ. എക്സാമ്പിൾ ഓഫ് പ്ലാന്റ് വൈറസസ് ആർ. എക്സാമ്പിൾ ഓഫ് പ്ലാന്റ് വൈറസ്. പ്ലാന്റിനെ ആക്രമിക്കുന്ന വൈറസിന് 2 എക്സാമ്പിള് നമുക്ക് ആരോടാ ചോദിക്കുക? അമീനോട് ചോദിക്കാം. അമാൻ, പ്ലാന്റ് വൈറസിന്റെ 2 പേര് പറ. യെല്ലോ മൊസൈക്ക് വൈറസും പിന്നെ ഒരെണ്ണം കൂടെ പറയടാ. ടുബാക്കോ മൊസൈക്ക് വൈറസ്. എഴുതിക്കോ. എക്സാമ്പിൾ ഓഫ് പ്ലാന്റ് വൈറസസ് ആർ യെല്ലോ മൊസൈക്ക് വൈറസ് ആൻഡ് ടുബാക്കോ മൊസൈക്ക് വൈറസ്. ടുബാക്കോ മൊസൈക്ക് വൈറസ്, യെല്ലോ മൊസൈക്ക് വൈറസും ടുബാക്കോ മൊസൈക്ക് വൈറസും. ഇനി അഭിനവേ എക്സാമ്പിൾ ഓഫ് ആനിമൽ വൈറസസ് ആർ കുറച്ച് പറഞ്ഞേ. Smallpox, herpes, influenza. ഓക്കെ, എഴുതിക്കോ. എക്സാമ്പിൾ ഓഫ് ആനിമൽ വൈറസസ് ആർ example of animal viruses are ഏതൊക്കെയാണ്? മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്. മംസ് വരും, സ്മോൾ പോക്സ് വരും, ഹെർപ്പസ് വരും, ഇൻഫ്ലുവൻസ വരും, എയ്ഡ്സ് വരും. ഇനി ആസിയ, എന്തൊക്കെയാണ് പ്ലാന്റിൽ കയറുന്ന വൈറസ് വരുത്തി വെക്കുന്ന സിംറ്റംസ് ഏതൊക്കെയാ? വായിച്ചേ. Mosaic formation. ഓക്കെ എഴുതിക്കോ. സെന്റൻസ് എഴുതിക്കോ. The viral symptoms in plants are ഒന്ന് ഉറക്ക വായിച്ചു കൊടുത്തേ. വൈറൽ സിംറ്റംസ് ഇൻ പ്ലാന്റ്സ് ആർ എന്നും പറഞ്ഞിട്ട് അഫ്നാനെ വൈറൽ സിംറ്റംസ് ഇൻ പ്ലാന്റ്സ് ഓരോന്ന് നമ്പർ ഇട്ട് താഴെ എഴുതിക്കോ. ഉറക്ക വായിച്ചു കൊടുത്തേ അഫ്നാനെ. ഏതൊക്കെയാണ് വൈറൽ സിംറ്റം പ്ലാന്റ്സിൽ കാണുന്നത്? വായിച്ചു കൊടുത്തേ. Mosaic formation. 2. Leaf rolling and curling. 3. Yellowing and vein clearing. ഓക്കെ. 4. Dwarfing and stunted growth. ഓക്കെ അഫ്നാൻ എഴുതിക്കോ. 1 മൊസൈക്ക് ഫോർമേഷൻ, 2 ലീഫ് റോളിംഗ് ആൻഡ് ചോദിക്കൂട്ടോ. പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്, വൈറൽ സിംറ്റംസ്. ഓക്കെ എഴുതിയില്ലേ? അടുത്തത് സൈഡ് ഹെഡിങ് സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയോഫേജ് എന്ന് എഴുത്. സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയോഫേജ്. സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയോഫേജ്.
എന്നിട്ട് എഴുതുക Sir, structure of ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജിന്റെ സ്പെല്ലിങ് ഒന്ന് വായിച്ചു കൊടുത്തേ ഫിദ ഷെർണെ. ബാക്ടീരിയോഫേജിന്റെ സ്പെല്ലിംഗ് ഒന്ന് വായിച്ചു കൊടുത്തേ. BACTERIOPHAGE. ഓക്കെ, എന്നിട്ട് എഴുതിക്കോ. ബാക്ടീരിയോഫേജസ് ആർ ദ വൈറസസ്. ബാക്ടീരിയോഫേജസ് ആർ ദ വൈറസസ് which infect the bacterium. Bacteriophages are the viruses which infect the bacterium. Which infect the bacterium. At the point, their genetic material is double-stranded DNA. Double-stranded DNA. Genetic material എന്തായിരുന്നു അഫ്നാനെ? ബാക്ടീരിയോഫേജിന്റെ ജെനറ്റിക് മെറ്റീരിയൽ എന്താ? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണോ, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണോ? double stranded DNA. ഓക്കെ, അടുത്ത പോയിന്റ്. They have head, comma, collar, comma, sheath, and tail fibers. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് വൈറസ് പോലെയാന്ന് വിചാരിച്ചു. ആര് വിചാരിച്ച്? നമ്മുടെ ഡൈനർ. ഇതിന്റെ മറ്റേ മൂത്താപ്പേന്റെ റിലേറ്റീവ് ആട്ടോ. ആര്? ഡൈനർ എന്നാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് മൂപ്പരിലെ ഡൈനർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ കാര്യ പറയാ. അപ്പൊ മൂപ്പര് കുറെ പൊട്ടാറ്റോ കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. നല്ല സ്ഥലമൊക്കെ ഉണ്ട് മൂപ്പർക്ക്. അപ്പൊ മൂപ്പര് പൊരേന്റെ സൈഡായിട്ട് കുറെ കൃഷി ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ മൂപ്പരുടെ പൊരേക്കാട് പോകുന്നത്. നോക്കുമ്പോണ്ട് മൂപ്പര് നട്ടിട്ട് വിളവെടുത്ത പൊട്ടാറ്റോ ഒക്കെ ഒരു ജാതി കോലത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ മൂപ്പരുടെ വിചാരത്ത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്നാ. അങ്ങനെ ഞാൻ ചോദിച്ച്, അല്ല ഡൈനറെ, ഇതെന്താ നിങ്ങളുടെ പൊട്ടാറ്റോ ഒക്കെ ഇങ്ങനെ ഇരിക്ക? മൂപ്പർക്ക് ഇത് സംഭവം പിടുത്തം കിട്ടിയില്ല. ഞാൻ പിന്നെ മൂപ്പരോട് പറഞ്ഞു കൊടുത്ത്, ഇതെന്തോ രോഗാണ്. മൂപ്പര് പറയാ, മൂപ്പർക്കാണോ? അല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾക്കല്ല, ഇത് നിങ്ങള് നട്ട പൊട്ടാറ്റോക്ക് എന്തോ രോഗം പിടിച്ചിട്ടുണ്ട്, അല്ലാണ്ട് എങ്ങനെ വരിക? നോക്കുങ്ങള് കണ്ട ഈ ഷേപ്പ് ഉണ്ട ഈ ഫാത്തിമേ, പൊട്ടാറ്റോന്റെ ഷേപ്പ് കണ്ടിട്ട് എനിക്കെന്തോ വസ്വസക തോന്നുന്നുണ്ടാവും. നോക്ക് പറ. ആഹാ, ഇത് ഈ ഡൈനർക്ക് കണ്ടിട്ട് തോന്നിയില്ല. ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് ഇത് രോഗമുണ്ട്. അങ്ങനെ ഞാൻ ഇതിന്റെ ഒരു നിർബന്ധ പ്രകാരം ഞാൻ മൂപ്പരോട് പറഞ്ഞ്, ഇതെന്തോ രോഗം വന്നിട്ട് അല്ലാണ്ട് എങ്ങനെ ഷേപ്പ് വരിക? അപ്പൊ മൂപ്പരൊക്കെ ഒരു പൂതി, ഇതിനെന്ത് രോഗ പഠിച്ചോനാ വന്നത് നീ? അപ്പൊ മൂപ്പര് പറഞ്ഞ, എന്നാ പിന്നെ വൈറസോ ബാക്ടീരിയോ ഫംഗസ് ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, അതൊന്നല്ല, വൈറസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയോ, മൊസൈക്ക് ഫോർമേഷനും ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഗ്രോത്തും
ഈ പറഞ്ഞ LOEs ഒക്കെ ആണ് വരിക. ഇതിപ്പോ എന്ത് കുന്തങ്ങൾ കണ്ടില്ല, രോഗത്ത് ഇങ്ങനെയാണോ, വൈറസിന്റെ ലക്ഷണമാണോ കാട്ടണം ചോദിച്ചു. അപ്പോഴാണ് മൂപ്പർക്ക് പുസ്തകം കിട്ടിയത്. അത് ശരിയാണല്ലോ, വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നല്ല ലക്ഷണം. ഞാൻ പറഞ്ഞത് വേറെ രോഗം ഞാൻ പറഞ്ഞില്ല, നിങ്ങളത് നോക്കാത്തോണ്ടല്ല ചോദിച്ചു. എനിക്ക് പിന്നെ ഇതൊക്കെ കണ്ട പെട്ടെന്ന് മനസ്സിലായി. കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നും ഇല്ല കേട്ടോ, വേറെ കാര്യം. അത് നമ്മള് ഒരിക്കലും ഇല്ലാത്ത കഴിവില്ല എന്ന് തന്നെ പറയും, ഉണ്ടെന്ന് ഞാൻ പറയൂല. അങ്ങനെ മൂപ്പർക്കൊരു ഭൂതി, ആർക്ക്? ഡയനർക്ക്. എന്നാ പിന്നെ ഇത് എന്ത് അൽക്കുലത്തെ സാധനം നോക്കുമ്പോഴല്ലേ പൊട്ടാറ്റോയില് വരുത്തി വെച്ച രോഗം വൈറസ് അല്ല, അതുക്കും മേലെ. അല്ലാ, അല്ല അഭിനവേ, അനക്കറിയോ ഡയനറി പൊട്ടാറ്റോയില് കണ്ടുപിടിച്ച പാത്തതിന്റെ പേര്? വൈറസ് അല്ല, വൈറസ് അല്ല, വൈറോയിഡ്. എത്തപ്പോ ഈ വൈറസും വൈറോയിഡും നമ്മൾ വ്യത്യാസം? അങ്ങനെ മൂപ്പര് കണ്ടെത്തി അത് വൈറോയിഡ് രോഗാണെന്ന്. മൂപ്പര് ആ പൊട്ടാറ്റോയ്ക്ക് വന്ന രോഗത്തിനെ മൂപ്പര് വിളിച്ച് പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ് ഡിസീസ്. പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ് ഡിസീസ്. അങ്ങനെയാണെങ്കിൽ എത്തപ്പോ ഈ വൈറസും വൈറോയിഡും തമ്മിൽ വ്യത്യാസം? മൂപ്പര് ഞാൻ വിളിച്ചപ്പോ എന്നോട് പറയാ, അത് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞ അത് ഞാൻ എനിക്കറിയങ്ങൾ കണ്ടുപിടിച്ചു, അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിളിച്ചതാണ്. മൂപ്പരിനോട് പറഞ്ഞ് വൈറസിനാണെങ്കിൽ പ്രോട്ടീൻ കോട്ട് ഉണ്ടല്ലോ, ആ സാധനം നമുക്ക് ഇവിടെ കാണാൻ പറ്റൂല കേട്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞേ വൈറോയിഡിന് അപ്പൊ പ്രോട്ടീൻ കോട്ട് ഇല്ലേ? അത് ശരി, വൈറോയിഡിന് പ്രോട്ടീൻ കോട്ട് ഇല്ലല്ലേ, എന്നാ പിന്നെ വൈറസിനേക്കാൾ ലോ മോളിക്കുലർ വെയിറ്റ് ആയിരിക്കില്ല വൈറോയിഡിന്. ഞാൻ അങ്ങോട്ട് പറയാ സംശയം കൊണ്ട്. അപ്പൊ മൂപ്പര് പറയാ അങ്ങനെ തന്നെയാ, വൈറോയിഡിന് അപ്പൊ ലോ മോളിക്കുലർ വെയിറ്റ് ആയിരിക്കും, കാരണം പ്രോട്ടീൻ കോട്ട് ഇല്ലല്ലോ. അപ്പൊ ചോദിച്ചാ അല്ല ഡൈനറെ, എത്തപ്പോ വൈറോയിഡിന്റെ ജെനറ്റിക് മെറ്റീരിയൽ? അത് നമ്മൾ വൈറസിന്റെ അതേ ജെനറ്റിക് മെറ്റീരിയൽ തന്നെയാ, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA തന്നെയാ. അത് ശരി, അപ്പൊ ജെനറ്റിക് മെറ്റീരിയലിന്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നും ഇല്ല അല്ലെ? വൈറോയിഡിന് പക്ഷെ മോളിക്കുലർ വെയിറ്റ് കുറയാൻ കാരണം പ്രോട്ടീൻ കോട്ട് വൈറസിനെ പോലെ ഇല്ലാത്തതുകൊണ്ടാണല്ലേ. അപ്പൊ വൈറസിനേക്കാൾ ചെറുതാണോ വൈറോയിഡ്? അപ്പൊ മൂപ്പര് പറയാ അപ്പൊ പിന്നെ പറയണ്ടോ, കാരണം പ്രോട്ടീൻ കോട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്താണെങ്കിലും ചെറുതാന്ന് എനിക്കറിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പൊ വൈറോയിഡിന് ലോ മോളിക്കുലർ വെയിറ്റ് ആണ്, കാരണം പ്രോട്ടീൻ കോട്ട് ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ പൊട്ടാറ്റോയില് വന്ന ഈ രോഗം പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ആണെന്നും ഇത് വരാൻ കാരണം നമ്മുടെ വൈറോയിഡ് ആണെന്നും ഡയനർ പറഞ്ഞു തന്നു. അപ്പൊ എഴുതി വെച്ചോ വൈറോയിഡ്, എന്നിട്ട് എഴുതാ ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ഡയനർ It is discovered by Dyer. At the point, it causes potato spindle tuber disease. It causes potato spindle tuber disease. At the point, genetic material is single stranded RNA. Genetic material is single stranded RNA. At the point, they have no protein codes. They have no protein codes. They have no protein codes, comma,
So they have a low molecular weight. They have no protein codes. ഇവയ്ക്ക് protein code ഇല്ല. They have no protein codes, comma. So they have a low molecular weight. Low molecular weight. Low molecular weight. Yes. അടുത്ത ഹെഡിങ് പ്രയോൺസ് എന്ന് എഴുതിക്കേ. പ്രയോൺസ്. റമീസേ എടാ വൈറോയിഡിനെ കുറിച്ച് എഴുതിയതൊന്ന് വായിച്ചേ. എന്തൊക്കെയാ നീ ഇപ്പൊ എഴുതിയൊന്ന് വായിച്ചേ. It was discovered by ലാസ്റ്റ് സെന്റൻസ് ലാസ്റ്റ് സെന്റൻസ്. They have no protein code, so they have low molecular weight. അങ്ങനെയാണെങ്കിൽ റിഗാസേ വൈറസിന്റെ സിംറ്റംസ് എന്തൊക്കെയാ നീ എഴുതിയത്? വൈറൽ സിംറ്റം പ്ലാൻസില് വായിച്ച പെട്ടെന്ന് വായിക്ക്. റമീസ് എവിടാ? സിംറ്റംസ് ഏതൊക്കെയാ വായിക്ക്. ഞാൻ വായിക്കേണ്ടി. ഹലോ വായിച്ചോ. mosaic formation, leaf rolling and curling, yellowing and vein clearing. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് എഴുതി വെച്ചോ. പ്രയോൺസ്. എല്ലാവരും എഴുതി വെച്ചോ. പ്രയോൺസ്. ഇതെന്താ സംഭവം എന്ന് അറിയോ? വൈറസിനേക്കാളും വൈറോയിഡിനേക്കാളും മേലെ ആയിട്ടുള്ള ഒരു സാധനം. അപ്പൊ നമ്മൾ വിചാരിച്ച് ഇവലെന്തോ കുഴപ്പമില്ലാത്ത ടീമാണ്. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് ഇത് ഒന്നാന്തര രോഗം വരുത്തണ ഒരു പാത്തജനാണെന്ന്. നോക്കുമ്പോ ആദ്യമൊക്കെ മനുഷ്യന്മാര് വിചാരിച്ച് ജന്തുക്കളിലാണ് ഈ പ്രയോൺസ് രോഗം വരുത്തുക. പശുവിലൊക്കെ ഈ രോഗം വരികയാണെങ്കിൽ പശുക്ക് ഇങ്ങനെ ഭ്രാന്ത് ഉണ്ടോ? ഫാത്തിമേ, ഈ കണ്ടോ ഭ്രാന്ത് പിടിച്ച പശുവിനെ? ആ പശുവിന്റെ രോഗത്തിന് പറഞ്ഞ പേരെന്താ? മാഡ് കൗ ഡിസീസ്. മാഡ് എന്ന് പറഞ്ഞ എന്താ? ഭ്രാന്ത്. പശു ഉണ്ടല്ലോ, ഈ മാഡ് കൗ ഡിസീസിന് പറയുന്ന പേര്, അതിന്റെ യഥാർത്ഥ പേര് പ്രയോൺസ് ആണ് ഈ രോഗം വരുത്തുന്നത്. പ്രയോൺസ് എന്ന് പറഞ്ഞ ഒരു പാത്തജൻ. അതിന്റെ യഥാർത്ഥ പേര് ബോവിൻ സ്പോഞ്ചിഫോം എൻസിലോപ്പതി. ബോവിൻ സ്പോഞ്ചിഫോം എൻസിലോ. എടാ അഭിനവേ ഒന്ന് വായിച്ചു കൊടുത്തേ. ബോവിൻ സ്പോഞ്ചിഫോം എൻസിലോപ്പതി എന്നൊന്ന് വായിച്ചു കൊടുത്തേ. ബോവിൻ സ്പോഞ്ചിഫോം എൻസിലോപ്പതി. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ഇത് കാറ്റിൽസിൽ മാത്രമല്ല രോഗം വന്നത്. എന്റെ അടുത്തുള്ള ജേക്കപ്പാട്ടന് വരെ വന്ന്. ലോകത്ത് ആദ്യമായിട്ട് രോഗം വന്ന മനുഷ്യനാണ്. നോക്ക് നിങ്ങള്, ഇവിടെ ഉള്ള ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് മൂപ്പര്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ ജേക്കപ്പാട്ട നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചാൽ മൂപ്പര് പറയാ ബോവിൻ സ്പോഞ്ചിഫോം എൻസിലോപ്പതി മൃഗങ്ങളിൽ മാത്രമേ വരുള്ളൂ എന്ന് വിചാരിച്ച് മനുഷ്യരിലും വന്ന് അങ്ങനെ ആദ്യത്തെ ഇരയാണെന്ന് ഞാൻ. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഈ രോഗങ്ങള് ജന്തുക്കളിൽ മാത്രമല്ല വരികയെന്ന് പറയാ. അല്ലല്ല, ഇത് ജന്തുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് വരും. ഓ, അപ്പൊ ഞാൻ ചോദിച്ച് ഈ ജേക്കപ്പാട്ടനാണോ ഈ രോഗം ആദ്യമായിട്ട് വന്നത്? അന്ന് ഡോക്ടറിന്റെ മുഖത്ത് നോക്കി വിളിക്കുക. അതുകൊണ്ടല്ലേ നമ്മൾ മനുഷ്യന്മാരിൽ ഈ രോഗത്തിന് പറഞ്ഞ പേര് CR ജേക്കബ് ഡിസീസ്. അപ്പൊ ഞാൻ പറഞ്ഞു മൂപ്പരുടെ പേരുട്ടി നിങ്ങൾ വിളിക്കുക. അപ്പൊ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രോഗം ആയതുകൊണ്ടാണ് മൂപ്പരുടെ പേരുട്ടി. അങ്ങനെ CR ജേക്കബ് ഡിസീസ് എന്ന ഹ്യൂമൻസിലും മാഡ് കൗ ഡിസീസ് എന്ന് വിളിക്കുന്ന ആനിമൽസിലും കാണപ്പെടുന്ന ഈ രോഗത്തിന്റെ യഥാർത്ഥ പേരാണ് നിതേ. ഏത് നിതേ? ഈ രോഗത്തിന്റെ യഥാർത്ഥ പേരേതാ? അഭിനവ് അത് വൃത്തിയായിട്ട് വായിച്ചെന്നല്ലോ. പെട്ടെന്ന് വായിക്ക്. ബോവിൻ സ്പോഞ്ചിഫോം എൻസിഫലോപ്പതി. ബോവിൻ സ്പോഞ്ചിഫോം. അപ്പൊ എഴുതി വെച്ചോ പ്രയോൺസ്. They are the
infectious pathogens, they are the infectious pathogens, which causes bovine spongiform encephalopathy disease. സ്ക്രീനിലേക്ക് നോക്ക്. bovine spongiform encephalopathy. സാറേ എൻസിഫലോപ്പതി എന്നാണോ എൻസിലോപ്പതിയോ? Encephalopathy. Bovine spongiform encephalopathy. Encephalopathy or mad cow disease in cattle. In cattle. At the point, in human it is called C.R. Jacob disease. അയർനെ ഒന്ന് വായിച്ചേ, എന്തൊക്കെയാണ് പ്രയോൺസിനെ കുറിച്ച് എഴുതിയതൊന്ന് വായിച്ചേ. They are the infectious pathogen which causes bovine spongiform encephalopathy or mad cow disease in cattle. In human, it is called C.R. Jacob disease. Okay. അടുത്ത ഹെഡിങ് ലൈക്കൻസിനെ കുറിച്ച് നമ്മൾ എഴുതിയില്ലല്ലോ. ലൈക്കൻസിനെ കുറിച്ച് നമ്മൾ എഴുതിയായിരുന്നോ അയർനെ? ഇല്ല. എഴുതി വെച്ചോ. ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ ലൈക്കനോട് കൂടി നമ്മുടെ ഈ ചാപ്റ്ററിന്റെ കഥ തീരും. ലൈക്കൻ എഴുതിയോ? ലൈക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെയാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നത്. അയർനെ ആരും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിനെയാ ലൈക്കൻ എന്ന് പറയുന്നത്. മിടുക്കി. അങ്ങനെയാണെങ്കിൽ ആൽഗയും ഫംഗസും തമ്മിൽ കൂട്ടുകെട്ട്, സിംബയോട്ടിക് അസോസിയേഷൻ. എന്നാ പിന്നെ ഈ ആൽഗയും ഫംഗസും കൂടെ കൂട്ടുകൂടുമ്പോ ഇതിനകത്ത് പങ്കെടുക്കുന്ന ആൽഗയ്ക്ക് പറയുന്ന പേരാണോ ഫംഗസിന് പറയുന്ന പേരാണോ ഫൈക്കോബയോണ്ട് എന്ന് പറയുന്നത്? ഫൈക്കോബയോണ്ടും ഉണ്ട്, മൈക്കോബയോണ്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈക്കൻ എന്ന് പറയുന്ന ആൽഗയും ഫംഗസും തമ്മിലുള്ള കൂട്ടുകെട്ടിലെ ആൽഗയ്ക്ക് പറയുന്ന പേരാണോ ഫംഗസിന് പറയുന്ന പേരാണോ ഫൈക്കോബയോണ്ട്? സ്ക്രീനിൽ നോക്കി പറഞ്ഞാൽ മതി. അല്ല, സ്ക്രീനിൽ നോക്കി പറ. ഫൈക്കോബയോണ്ടും മൈക്കോബയോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഈ ആൽഗൽ കോമ്പോണന്റ് ഇൻ ലൈക്കൻ ഈസ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് എന്തെഴുതും? ഫൈക്കോബയോണ്ട്. അപ്പൊ പിന്നെ ഫംഗൽ കോമ്പോണന്റിന്റെ പറഞ്ഞ പേരില്ലേ? മൈക്കോബയോണ്ട്. അപ്പൊ ആൽഗയിലുള്ള ലൈക്കനകത്ത് പങ്കെടുക്കുന്ന ആൽഗയ്ക്ക് പറയുന്ന പേര് ഉറക്ക പറ. ഫൈക്കോബയോണ്ട്. ലൈക്കനകത്തുള്ള ഫംഗസിന് പറയുന്ന പേരെന്താ? മൈക്കോബയോണ്ട്. എന്നാ പിന്നെ ഈ ആൽഗ എന്താ ചെയ്യാന്നറിയോ? ആ ഫംഗസിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും പോലും. ആര്? ആൽഗ. അപ്പൊ തിരിച്ച് ഫംഗസ് എന്താ ചെയ്യാ? ആൽഗേനെ പൊന്നുപോലെ സംരക്ഷിച്ചാളും. ഷെൽട്ടറും പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള
ന്യൂട്രിയൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ആരാന്നറിയോ? ഫംഗസ്. അപ്പൊ ഫംഗസ് എന്ത് ചെയ്യും? ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും, ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഫംഗസിന് വേണ്ടിയുള്ള ഫുഡ് ആരാ ഫാത്തിമ ഉണ്ടാക്കി കൊടുക്കുക? ആൽഗെ. അങ്ങനെയാണെങ്കിൽ എന്റെ പോരേന്റെ ഇവിടെ ഒന്നും ലൈക്കനെ കാണാനില്ല. പിന്നാണ് അറിയ പൊല്യൂഷൻ ഉള്ളിടത്ത് ലൈക്കൻ വളരൂല. അതുകൊണ്ട് പൊല്യൂട്ടഡ് ഏരിയയില് ലൈക്കൻ കാണുന്നില്ലെങ്കിൽ ഐറിനെ അന്റെ പോരേന്റെ അടുത്തും പറമ്പിലൊന്നും ലൈക്കൻ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഒന്നും ലൈക്കൻ കാണുന്നില്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ പൊല്യൂട്ടഡ് ആണല്ലേ. അങ്ങനെ പൊല്യൂട്ടഡ് ഏരിയയിൽ ലൈക്കൻ കാണാത്തത് കൊണ്ട് ലൈക്കനെ വിളിക്കുന്ന പേരെന്താന്ന് പറ ഐറിൻ. എന്താണ് പൊല്യൂഷൻ ഉള്ളിടത്ത് ലൈക്കൻ കാണാത്തത് കൊണ്ട് അതിനെ എന്താ വിളിക്കുക? പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. യെസ്. അപ്പൊ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന വർഗം ഏതാ? ലൈക്കൻ. ലൈക്കൻ. അപ്പൊ അതും കൂടെ എഴുതി നമുക്ക് ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. എന്താ എഴുതി വെച്ചോ? Lichens. They are the symbiotic association between algae and fungi. They are the symbiotic association between ഹലോ സാർ, എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ ഒന്ന് കട്ടായി പോയിന് സാർ. ലൈക്കൻസിന്റെ ഒന്ന് പറയോ? ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോ. ഇറ്റ് ഈസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ സ്ക്രീനിൽ നോക്ക്. ഇറ്റ് ഈസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ algae and fungi. Algae and fungi. At the point, algal component is called phycobiont. Algal component is called phycobiont. Fungal component is called mycobiont. Algal component is called phycobiont. Fungal component is called mycobiont. At the point, algae prepare food for fungi. സാർ അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. Algae prepare food for fungi, and fungi provide shelter and absorption. Algae prepare food for fungi, and fungi provide shelter. Fungi provide shelter. Fungi provide shelter and absorption of and absorption area madi. And absorption. And absorption. അടുത്തത്, lichens are pollution indicators because lichens are pollution indicators because
because they do not grow in polluted area. They do not grow in polluted area. They do not grow in polluted area. അപ്പൊ NCERT-യിലെ പരീക്ഷയിൽ ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ നോട്ടിൽ വന്നിട്ടുണ്ട്. നന്നായി പഠിക്കണം. ഇതോടുകൂടി ഏത് ചാപ്റ്റർ കഴിഞ്ഞടാ? ഐറിനെ ഏതാ ചാപ്റ്റർ കഴിഞ്ഞ പറ? ചാപ്റ്ററിന്റെ പേര് പറ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി ഏതാ അടുത്ത ചാപ്റ്റർ എന്ന് പറ? ഏതാ അടുത്ത ചാപ്റ്റർ? ബോട്ടണിയാണോ? സുവോളജി ഇപ്പൊ എവിടെ വരെ എത്തി? ചാപ്റ്റർ കഴിഞ്ഞു. ഏത്? ലിവിംഗ് വേൾഡോ? ലിവിംഗ് വേൾഡ് അല്ലേ? ലിവിംഗ് വേൾഡ്. ലിവിംഗ് വേൾഡ്. ഇനി ഏതാ എടുക്കുന്നത്? ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട്, സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട്. ഏതാ എടുക്കണ്ടേ പറഞ്ഞു? സുവോളജി മതിയോ? സുവോളജി മതിയോടാ? പിന്നെ സാറേ ഉസോ ഏതാ? ഏതാ എടുക്കണ്ടേ? ബോട്ടണി മതിയോ? ഏതാണ് കുഴപ്പമില്ല. എന്നാ പിന്നെ സുവോളജി ബോട്ടണി എടുക്കാം അല്ലെ? ഉസേർ പറഞ്ഞതുകൊണ്ട്. ഓക്കെ, അപ്പൊ പ്ലാൻ പുതിയ ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോ. ചാപ്റ്റർ 2 അതേ ബുക്കിൽ തന്നെ അടുത്ത പേജിൽ എഴുതിക്കോ. പ്ലാൻ കിങ്ഡം. പ്ലാന്റ് കിങ്ഡം. നിങ്ങൾ ചോദിച്ചില്ലേ സാർ ഈ ചാപ്റ്ററിൽ എന്താ പ്ലാൻ കിങ്ഡം പറയാത്തേന്ന്? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇതാ എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ. പ്ലാൻ കിങ്ഡം. ചാപ്റ്ററിന്റെ പേര് ഇങ്ങോട്ട് നോക്ക്. പ്ലാന്റ് കിങ്ഡം. പ്ലാൻ കിങ്ഡം വലിയ ചാപ്റ്റർ ആണ്. നിങ്ങളുടെ ബയോളജി ക്ലാസിഫിക്കേഷൻ പോലത്തെ അലമ്പ് ചാപ്റ്റർ ഒന്നും അല്ല. പക്ഷെ ബയോളജി ക്ലാസിഫിക്കേഷൻ നല്ല രസമൊക്കെയാണ് പഠിക്കാൻ അല്ലേ? ബയോളജി ക്ലാസിഫിക്കേഷൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ ഫാത്തിയെ? എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അങ്ങനെ പറയില്ല, രസം ബുദ്ധിമുട്ട് തന്നെ. നിതേ, എനിക്ക് ബയോളജി ക്ലാസിഫിക്കേഷൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ എളുപ്പമായിട്ട് തോന്നിയോ? നിതേ കുറച്ച്. അപ്പൊ അതെന്ത് ചെയ്യണം? നോട്ട് വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ ഫുള്ള് മാർക്ക് കിട്ടും. പുസ്തകത്തിലേക്ക് നോക്കിയൊന്നുമില്ല. അപ്പൊ എഴുതി വെച്ചോ പ്ലാൻ കിങ്ഡം. 3 തരം ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യം പഠിക്കുക. എല്ലാവരും എഴുതി വെച്ചു. ഇന്നത്തെ ഡേറ്റ് എത്രയായിരുന്നു? 29 ആണോ 20 ആണോ 21 ആണോ? 20/9/2021. ചാപ്റ്റർ 2 ബോട്ടണി 2. ബോട്ടണി 2 പ്ലാൻ കിങ്ഡം. ഹെഡിങ് സിസ്റ്റം ഓഫ് ബയോളജി ക്ലാസിഫിക്കേഷൻ. പ്ലാൻ കിങ്ഡം എന്ന ചാപ്റ്ററിന്റെ പേര്. സബ് ഹെഡിങ് ഫസ്റ്റ് ടോപ്പിക് സിസ്റ്റം ഓഫ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ സിസ്റ്റങ്ങൾ 3 എണ്ണം പഠിക്കാനുണ്ട്. 1 ആർട്ടിഫിഷ്യൽ സിസ്റ്റം, 2 നാച്ചുറൽ സിസ്റ്റം, 3 ഫൈലോജനറ്റിക് സിസ്റ്റം. 1 ആർട്ടിഫിഷ്യൽ സിസ്റ്റം, 2 നാച്ചുറൽ സിസ്റ്റം, 3 ഫൈലോജനറ്റിക് സിസ്റ്റം. സിസ്റ്റം ഓഫ് ബയോളജി ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? റികാസ എഴുതി വെച്ചെന്ന് പറഞ്ഞടാ. റികാസേ ഏതൊക്കെയാണ് നീ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ 3 സിസ്റ്റം എഴുതി വെച്ചത്? പറഞ്ഞേ, പേര് പറഞ്ഞേ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം, നാച്ചുറൽ സിസ്റ്റം, ഫൈലോജനറ്റിക് സിസ്റ്റം. ഓക്കെ, എന്തൊക്കെയാ നോക്കിയേ ആദ്യം. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരാളോട് ചോദിക്കും, എനിക്ക് പറഞ്ഞാൽ മതി കേട്ടോ. എന്താണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇവിടെ ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷനെ നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം എന്ന് വിളിച്ചത്. അപ്പൊ ഞാൻ മൂപ്പരോട് അന്ന് ഞാൻ പറഞ്ഞില്ലേ ഫോം വിളിച്ച് ചോദിച്ചത്. അപ്പൊ മൂപ്പർ എന്നോട് പറഞ്ഞത് ഞാൻ ലേസം ക്യാരക്ടർ മാത്രം എടുത്തിട്ട് ക്ലാസിഫൈ ചെയ്യാന്നാ ചെയ്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ കുറച്ച് ക്യാരക്ടർ മാത്രം എടുത്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുക? അല്ല, ഞാൻ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് നടത്തിയത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് വളരെ കുറച്ച് ക്യാരക്ടർ മാത്രം എടുത്തിട്ടേ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ.
അതിനെയാണ് ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. പിന്നെ ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ ബന്ധം ജോർജ് ബന്ധം ജോസഫ് ഡാൾട്ടൺ ഒക്കെ എന്റെ റിലേറ്റീവ് ഒന്നും അല്ല, പക്ഷെ എന്റെ കുടുംബക്കാരറിയുന്ന ആൾക്കാരെ. അപ്പൊ എന്റെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഇവരെ വിളിക്കുക ബന്ധമെന്നും ഉക്കർ എന്നാ വിളിക്കുക. അപ്പൊ ഈ ബന്ധത്തിനെ ഉക്കറിനെ ഞാൻ വിളിക്കണേന് ഇപ്പൊ മുടക്കൊന്നുമില്ല, നമ്മൾ ബന്ധക്കാരൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളിത് എന്താ ചെയ്തു കൂട്ടാൻ ചോദിച്ചു. അപ്പൊ മൂപ്പ എന്നോട് പറഞ്ഞ് ഞങ്ങൾ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നടത്തിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ, നിങ്ങളെന്താ ആർട്ടിഫിഷ്യൽ ഇനേഴ്സിനെ പോലെ നടത്തിയില്ലെന്ന് ചോദിച്ചു. അപ്പൊ ബലി പറയാണ് അതെ ഞങ്ങള് ഈ നാച്ചുറൽ ആയിട്ട് കാണുന്ന അഫിനിറ്റീസ്. ഇപ്പോ എന്താ ഞാൻ ചോദിച്ചു അതിന്റെ അർത്ഥം എന്താ ചോദിച്ചു. അപ്പൊ ബലി പറയാണ് ഈ കടുവയും പുലിയും അല്ലെങ്കിൽ സിംഹവും ഒരേപോലെ തോന്നുമെങ്കിലും പക്ഷെ നമ്മൾ കടുവേനെ ടൈഗർ എന്നും സിംഹത്തിനെ ലയൺ എന്നും രണ്ടായിട്ട് തന്നെ വിളിക്കുക അല്ലെ. അപ്പൊ ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ടെങ്കിലും അതുങ്ങളെ നമ്മൾ വിളിക്കുന്നത് ഡിഫറെന്റ് പേരാ. കാരണം എന്താ, ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് കാണുന്ന സിമിലാരിറ്റിയെ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്തത്, നാച്ചുറൽ സിമിലാരിറ്റീസ്. അപ്പൊ ഈ നാച്ചുറൽ അഫിനിറ്റീസിനെ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആരാ നടത്തിയത്? ബന്ധവും ഉക്കറും. അപ്പൊ ഞാൻ ചോദിച്ച് നിങ്ങൾ ഈ നാച്ചുറൽ അഫിനിറ്റീസ് ആയിട്ട് ഏതൊക്കെ ക്യാരക്ടറാ പരിഗണിക്കുക? അതുപോലെ പറഞ്ഞ് അൾട്രാ സ്ട്രക്ചർ ക്യാരക്ടർ പരിഗണിക്കണം അഫിനിറ്റി ആയിട്ട്, അനാട്ടമിക്കൽ ക്യാരക്ടർ പരിഗണിക്കണം, എംബ്രിയോളജി, ഫൈറ്റോ കെമിസ്ട്രി, ഇതൊക്കെയാണ് നാച്ചുറൽ അഫിനിറ്റീസിൽ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ എന്നോട് ബന്ധാട്ടോ പറഞ്ഞത്. അപ്പൊ ഉക്കറും പറഞ്ഞാൽ ഞങ്ങൾ ഇതൊക്കെ പരിഗണിക്കാന്നാണ്. ഏത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് പരിഗണിക്കുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് ഫാത്തിമ എന്ന് പറഞ്ഞ? അൾട്രാ സ്ട്രക്ചർ, അനാട്ടമി, എംബ്രിയോളജി, ഫൈറ്റോ കെമിസ്ട്രി അല്ലേ? ഇത്രയും ക്യാരക്ടറുകളാണ് പരിഗണിക്കുന്നത്. അങ്ങനെയാണ് മൂന്നാമത്തെ നോക്ക്, ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ഈ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ? എവല്യൂഷണറി ഒറിജിൻ അനുസരിച്ച് ആദ്യമുണ്ടായ കിങ്ഡം മൊനീറയാണെന്ന്. മൊനീറ ഇവോൾവ് ചെയ്ത് ഇവിടെ ഉണ്ടായതിനു ശേഷമാണ് അടുത്ത കിങ്ഡം ഇവിടെ ഉണ്ടായത്. ആര്? പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റയും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഫംഗസ് ഉണ്ടായത്. കണ്ടോ, ഇങ്ങനെ ഒറിജിൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെയാണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. 3 തരം ടാക്സോണമി, ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണല്ലോ ടാക്സോണമി എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കുന്നതിന് ഏതൊക്കെയാണ് ഉസൈറെ 3 തരം ടാക്സോണമി ഒന്ന് വായിച്ച്? 1 ന്യൂമറിക്കൽ ടാക്സോണമി, 2 സൈറ്റോ ടാക്സോണമി, 3 കീമോ ടാക്സോണമി. ഈ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ക്യാരക്ടർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി പഠിക്കുക. കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ പഠിക്കുകയാണെങ്കിൽ അതിനെ ന്യൂമറിക്കൽ എന്ന് വിളിക്കും. സൈറ്റോ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സൈറ്റോളജിക്കൽ ക്യാരക്ടർ. എന്താ ഈ സൈറ്റോളജി ക്യാരക്ടർ? മനുഷ്യന്റെ ക്രോമസോം നമ്പർ 46, പട്ടീൻ്റെത് 36 അണ്ട. ഇങ്ങനെ ക്രോമസോമിന്റെ നമ്പർ സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ സൈറ്റോളജി ക്യാരക്ടർ വെച്ച് പഠിക്കുകയാണ് സൈറ്റോ ടാക്സോണമിയാണ്. ഇനി എന്താ കീമോ ടാക്സോണമി? നമ്മുടെ ശരീരത്തിലെ കെമിക്കൽ കോമ്പോസിഷൻ, അതായത് പ്രോട്ടീന്, വൈറ്റമിൻസ്, ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെയുള്ള കെമിക്കൽസ് കോമ്പോസിഷനെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് കീമോ ടാക്സോണമി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് പഠിക്കുകയാണെങ്കിൽ അതിനെ എന്താ വിളിക്കുക? ന്യൂമറിക്കൽ ടാക്സോണമി. സൈറ്റോളജിക്കൽ ക്യാരക്ടറിനെ വെച്ച് പഠിക്കുകയാണെങ്കിലോ? സൈറ്റോ ടാക്സോണമി. അവനെ കെമിക്കൽ കോമ്പോസിഷനെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിലോ? കീമോ ടാക്സോണമി. ഉണ്ടോ? അത്രയും പഠിച്ചാൽ മതി. അല്ലാണ്ട് ഇത് മുഴുവനും പുസ്തകം എടുത്ത് വായിച്ച് പഠിച്ചിട്ട് നോട്ടൊന്നും എഴുതിയെടുക്കാത്ത കുട്ടികളുണ്ടാവും. ഓലൊക്കെ ഇതൊക്കെ എങ്ങനെ പഠിക്കും? ഇതാകെപ്പൻ ഇത പറഞ്ഞ പോലെ ആണെങ്കിൽ എത്ര പഠിക്കാനുള്ളത്? ന്യൂമറിക്കൽ ടാക്സോണമി ബേസ്ഡ് ഓൺ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, സൈറ്റോ ടാക്സോണമി ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സ്, കീമോ ടാക്സോണമി ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ. ഉണ്ടോ? ഇത്രയും പഠിക്കാനേ ഉള്ളൂ. അതിനാണ് ഈ നോട്ടൊന്നും എഴുതിയെടുക്കാണ്. ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവില്ല, ഞങ്ങളിപ്പോ എന്താ ചെയ്യാ? ഞങ്ങൾക്ക് നോട്ടൊന്നും മനസ്സിലാവില്ല, ഞങ്ങൾക്കൊന്നില്ല. അത് മനസ്സിലാവാത്തോണ്ടാണ് ഈ നോട്ട് എഴുതിയെടുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിങ്ങളുടെ ഭാഷയിൽ. നിങ്ങളല്ലട്ടോ ഞാൻ പറയാ, കുറെ മണ്ടശിരോമണികളുണ്ട് എന്റെ ക്ലാസ്സിൽ, സ്കൂളില് ഓല് 22 പേരൊക്കെയാ ക്ലാസ്സിൽ കയറല് സ്ഥിരം. ബാക്കി 38 പേര് ക്ലാസ്സിൽ കയറൂല. അല്ല 38 അല്ല 48 പേരും. അവസാനം ഇപ്പൊ എന്തായി? ഇപ്പൊ മേലോട്ട് നോക്കിക്ക. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ ഏതായാലും ഒന്നും നോക്കണ്ട, 2 വർഷത്തെ കോഴ്സല്ല നിങ്ങൾ ചേർന്നത്,
2 വയസ്സ് കൂടിയെന്ന് വിചാരിച്ചോളി, തോറ്റുപോയാൽ സെലക്ഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഒരുത്തൻ ചോദിക്കുക, സാർ അതിപ്പോ പുരയിലിരുന്നാലും വയസ്സായിട്ട് കൂടൂലേ? ഞാൻ പറഞ്ഞു, പിന്നെ ഈ എന്ത് കണ്ടോണ്ട് അവിടെ പരീക്ഷയിലല്ല ക്ലാസ്സിലൊന്നും കയറാണ്ട് നോട്ട് എഴുതിയിരിക്കാണ്ടിരുന്നത്, അത് ഇപ്പോഴാണ് ഈ പഠിക്കണം വിചാരിച്ചു കൊടുക്കണം പറഞ്ഞപ്പോ അവൻ ഇപ്പൊ എന്നിട്ട് തലയിൽ ആൾത്താമസം വന്നു. അപ്പൊ ഇത് വെച്ചോളി, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണേലും നോട്ട് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. നമ്പർ 1 ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എഴുത്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം, ഇത് എല്ലാ ചാപ്റ്ററും എല്ലാ സബ്ജക്റ്റും അങ്ങനെ എഴുതി എടുക്കണേ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നിട്ട് എഴുത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്യൂ ക്യാരക്ടർ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്യൂ ക്യാരക്ടർ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്യൂ ക്യാരക്ടർ. വളരെ കുറച്ച് ക്യാരക്ടറിനെ മാത്രം ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫ്യൂ ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ എന്താ? എക്സാമ്പിൾ Linnaeus classification. Example, Linnaeus classification. Linnaeus classification. Linnaeus classification. Number 2, natural system of classification. Natural system of classification. Natural system of classification. എഴുതിക്കോ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ് ലൈക്ക്. റിയേ, ഏതൊക്കെയാണ് നാച്ചുറൽ അഫിനിറ്റീസിൽ നമ്മൾ പറയുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ് ലൈക്ക്. റിയയുടെ ഓള് മുങ്ങിയ പറഞ്ഞ ഏതൊക്കെയാ നാച്ചുറൽ അഫിനിറ്റീസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് പറഞ്ഞേ? External features and internal. എത്ര ഈ പറഞ്ഞത്? എന്നോട് ഞാന് അതൊക്കെയാണ് നാച്ചുറൽ ക്യാരക്ടേഴ്സ് ആയിട്ട് പറഞ്ഞത്. എഴുതിക്കോ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ് ലൈക്ക് അൾട്രാ സ്ട്രക്ചർ കോമ, അൾട്രാ സ്ട്രക്ചർ കോമ, anatomy comma, ultrastructure comma, anatomy comma, embryology comma, embryology comma, and phytochemistry, and phytochemistry. എക്സാമ്പിൾ എഴുതി വെച്ചോ. ബന്ധം ആൻഡ് ഉക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ. ബന്ധം ആൻഡ് ഉക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ. ബന്ധം ആൻഡ് ഉക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ. സാർ എക്സാമ്പിൾ എന്താ? ദാദാ സയന്റിസ്റ്റിന്റെ പേര് വെച്ച് എഴുതിയാൽ മതി. ബന്ധം, ജോർജ് ഒന്നും എഴുതണ്ട. ബന്ധം ആൻഡ് ഉക്കർ ക്ലാസിഫിക്കേഷൻ. എഴുതിയില്ല? ബന്ധം ആൻഡ് ഉക്കർ ക്ലാസിഫിക്കേഷൻ. എന്നിട്ട് എഴുതാം. നമ്പർ 3, phylogenetic system of classification. Phylogenetic system of classification. Phylogenetic system of classification.
എന്നിട്ട് എഴുതാ it is based on evolutionary relationship. It is based on evolutionary relationship. It is based on evolutionary relationship. Example എഴുതിക്കോ. RH Whittaker 5 kingdom classification. RH Whittaker 5 kingdom classification. RH Whittaker 5 kingdom classification. അടുത്തത് ടൈപ്സ് ഓഫ് ടാക്സോണമി എന്ന ഹെഡിങ് കൊടുക്ക്. ടൈപ്പ് ഓഫ് ടാക്സോണമി. ടൈപ്പ് ഓഫ് ടാക്സോണമി. 1 ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് എഴുത്. ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി എന്നിട്ട് എഴുതാ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യൂസിങ് കമ്പ്യൂട്ടർ. Sir, 5 kingdom classification കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയൂ. 5 kingdom classification കഴിഞ്ഞിട്ട് പുതിയ ഹെഡിങ്ങാ ടൈപ്പ് ഓഫ് ടാക്സോണമി. ടൈപ്പ് ഓഫ് ടാക്സോണമി. എന്നിട്ട് ഫസ്റ്റ് ഹെഡിങ് ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി എന്താ ഡെഫിനിഷൻ പറഞ്ഞേ? എന്താ ന്യൂമറിക്കൽ ടാക്സോണമിന്റെ ഡെഫിനിഷൻ പറഞ്ഞേ? It is based on using computer. It is based on using computer. It is based on using computer. അടുത്ത നമ്പർ 2 സൈറ്റോടാക്സോണമി. സൈറ്റോടാക്സോണമി. സൈറ്റോടാക്സോണമി എഴുതിക്കോ. It is based on cytological characters. It is based on cytological characters. It is based on cytological characters. Number 3 chemotaxonomy. Chemotaxonomy. It is based on chemical composition. Chemical composition.
കെമിക്കൽ കോമ്പോസിഷൻ. മൂന്ന് എഴുതിയതൊന്ന് വായിച്ചേ. സാനിയ ന്യൂമറിക്കൽ ടാക്സോണമിയും സൈറ്റോ ടാക്സോണമിയും കീമോ ടാക്സോണമിയും മൂന്നൊന്ന് വായിച്ചേ. Numerical taxonomy, it is based on using computer. Cytotaxonomy, it is based on cytological characters. Chemotaxonomy, it is based on chemical composition. ഓക്കെ. അപ്പൊ ഇന്നത്തേക്ക് ഇത് മതി. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന എന്നാന്നറിയാവോ? ഈ പറയുന്ന പ്ലാന്റ് കിങ്ഡത്തിന്റെ ഓരോ ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പോ ഇന്ന് എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? ബയോളജി ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു. പ്ലാന്റ് കിങ്ഡത്തിലെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ടൈപ്പ് ഓഫ് ടാക്സോണമിയും പഠിച്ചു. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ നല്ല വെള്ളം പോലെ പഠിച്ചു വെക്കണം. കേട്ടല്ലോ? ഞാൻ എഴുതി തന്നെ മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. വിനായകേ ഓക്കെ. എല്ലാവരും കേട്ടല്ലോ? അപ്പോ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടിയോ? PDF നോട്ട്സ് കിട്ടിയോ? ഡയഗ്രാം ഉള്ള PDF നോട്ട് അയച്ചു തന്നോടാ. ബയോളജി ക്ലാസിഫിക്കേഷൻ കിട്ടി. അതിനകത്ത് ഡയഗ്രാങ്ങളൊക്കെ ഉള്ള നോട്ടല്ലേ? PDF നോട്ടല്ലേ ഉള്ളത്? അപ്പൊ അടുത്ത ക്ലാസ്സില് ഞാന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് വേണം. എന്നാ ഞാൻ ഇപ്പൊ തന്നെ ചിഞ്ചു മിസ്സിന് അത് അയച്ചു കൊടുക്കും. ഈ ബയോളജി ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. ഓക്കെ. അത് മാത്രമായിരിക്കും ഞാൻ ചോദിക്കുക. ഓക്കെ. അപ്പൊ ഇപ്പൊ തന്നെ അയച്ചു തരും. അപ്പൊ അതും കുത്തിയിരുന്ന് അങ്ങ് പഠിക്കുക കേട്ടോ. അപ്പൊ അടുത്ത തിങ്കളാഴ്ചത്തേക്ക് എല്ലാവരും പഠിച്ചു വന്നോണം. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും നന്ദി പറയാനായിട്ട് നമ്മുടെ അഫ്നാനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഫ്നാനെ, ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി എന്നൊന്ന് പറ. ഗുഡ് മോർണിംഗ്. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അഫ്നാൻ നന്ദി പറഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായി പഠിച്ചു വരിക. ഓക്കെ, ബൈ ബൈ, സീ യു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വെൽക്കം.